അനുഗ്രഹീതമായ ഈ നല്ല രാത്രി ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മളുടെ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പ്രത്യേകിച്ച് പുതിയ നിയമ ശുശ്രൂഷ ന്യൂ കവനന്റ് മിനിസ്ട്രിയുടെ എനിക്ക് തോന്നുന്നു 28-ാമത്തെയോ 29-ാമത്തെയോ ക്ലാസ്സിലാണ് നമ്മളിന്ന് ആയിരിക്കുന്നത്. നിരന്തരമായിട്ട് നമ്മളതിൻ്റെ ഓരോ പാർട്ടുകൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഇത് നിങ്ങൾക്ക് 28-ാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞായറാഴ്ച മെസ്സേജുകൾ, വെള്ളിയാഴ്ച മെസ്സേജുകൾ നമ്മൾ ഇതിനകത്ത് എണ്ണത്തി കൂട്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ ഇടയിൽ രാവിലെകളിൽ പ്രാർത്ഥിക്കുന്ന ഈ എല്ലാ ദിവസവും തന്നെ രാവിലെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. അതിനകത്തും നമ്മൾ ഇതിൻ്റെ പല മേഖലകൾ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഇത് പഠിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, തീവ്രമായ ഒരു വെളിപ്പാടകത്ത് കത്തുന്നത് കൊണ്ടാണ്. എന്നെ സ്നേഹിക്കുന്ന പലരും ചോദിക്കുന്നത്, പാസ്റ്റർക്ക് ഇച്ചിരി റെസ്റ്റ് എടുത്തോടെ, അല്ലെങ്കിൽ എന്നും എന്തിനാ ക്ലാസ് വയ്ക്കുന്നത്? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെന്ന് കേൾക്കുമ്പം പുറമേയുള്ള ആൾക്കാർ എന്തും ഇത് എല്ലാ ദിവസവും. ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിലൊരു ദൈവപ്രവൃത്തി നമ്മുടെ രാജ്യത്ത് വെളിപ്പെട്ട് വരും. അതിലെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. എനിക്ക് ആകെ കൂടെ വിഷമം, ദൈവാത്മാവ് ഇത്ര കൃത്യതയോടെ ഇത് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അതിനുവേണ്ടി സമർപ്പിതരായി പഠിക്കാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി വില കൊടുക്കാത്തവർ മാത്രമാണ് എൻ്റെ വിഷമമായിട്ട് എന്നിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വചന പഠനങ്ങൾ നിങ്ങൾ കഴിയുമെങ്കിൽ കൃത്യമായിട്ട് എഴുതി പഠിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ഞാനത് നോട്ടുകളിൽ എഴുതുന്നുണ്ട്. നമ്മുടെ ബാംഗ്ലൂരിലുള്ള പ്രിയങ്ക സിസ്റ്റർ ഇതിൻ്റെ ഇംഗ്ലീഷ് നോട്ടുണ്ടാക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷ് നോട്ടുണ്ടാക്കിയാൽ അത് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അനധിവിദൂരമന്യേ അത് നല്ലൊരു പുസ്തകമാക്കി, എന്ത് വന്നാലും എന്ത് ചെലവ് വന്നാലും നമ്മളതൊരു പുസ്തകമാക്കി മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു. കാരണം അനേകർക്ക് ഇത് പ്രകൃത്യാതീതമായ എൻകൗണ്ടറുകൾ ദൈവാത്മാവിനാൽ ഉളവാക്കുന്നു. അപ്പം ഇത് നമ്മളിവിടെ പഠിച്ചു വരുന്നത് കർത്താവിൻ്റെ ജീവൻ നമ്മിൽ നിന്ന് തുറക്കുന്നതാണ്. അപ്പം ഇത് ഞാനിവിടെ ചെയ്യുന്നത് പുതിയ ഉടമ്പടിയുടെ വെളിപ്പാടിൽ ഇത് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇത് ദൈവാത്മ ചെയ്യാൻ പോകുന്നത് എന്നെ പല കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവാത്മാവ് ദർശനങ്ങളും വെളിപ്പാടുകളും വീണ്ടും ആഴമായിട്ട് നൽകും. അതെന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഒരു പ്രാർത്ഥനാ പോരാളിയാക്കാനാണ്. നിങ്ങളുടെ മേൽ ശക്തമായ എൻകൗണ്ടറുകൾ സംഭവിക്കാൻ തുടങ്ങും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇപ്പോൾ പ്രിയ വിപിൻനാഥ് ഇന്ന് രാവിലെ ചില മിനിറ്റുകൾ കൊണ്ട് തന്നെ കർത്താവ് ഇന്ന് രാവിലെ കാണിച്ചൊരു ഡ്രീം. ഈ സ്വപ്നത്തിൻ്റെ പ്രത്യേകത, പുതിയ നിയമ വീക്ഷണത്തിൽ ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങൾക്ക് അമിതമായ പ്രാധാന്യതയുണ്ട്. എന്നോടൊരു പ്രവാചകൻ പ്രവചിക്കുന്ന പ്രവചനത്തെക്കാൾ പ്രവാചകന്മാരുടെ പ്രവചനം ഞാൻ ഇഷ്ടപ്പെടുന്നു. അവരെ ദൈവാത്മ കൊടുത്ത ദൂതുകൾ വിവേചനപരത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. എന്നാൽ അതിനകത്ത് ക്വാളിറ്റിയോട് ഉപയോഗിക്കപ്പെടുന്നവർ കുറച്ചേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. ചിലപ്പോഴെങ്കിലും ഒരു മാനുഷികത അതിനകത്ത് കടന്നു വരാറുണ്ട്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, കുറേ പേരുടെ കാര്യമാണ്. എന്നാൽ ദൈവം നമ്മളൊരു സ്വപ്നം കാണിച്ചാൽ, ഒരു വിഷൻ കൃത്യമായിട്ട് കാണിച്ചാൽ, കണ്ട പോലെ തോന്നുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു കാര്യം കണ്ടാൽ കൃത്യമായിട്ട് കണ്ടു എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറയാറുണ്ട്, കണ്ട പോലെ തോന്നുന്നു കേട്ടോ എന്ന് ഞാൻ പറയാറില്ല. കണ്ടത് കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പം ഇതുപോലെ ദൈവം നിങ്ങളെ ഒരു സ്വപ്നം കാണിച്ചാൽ, ഒരു വിഷൻ കാണിച്ചാൽ, ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ, നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ സ്പിരിറ്റിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ അനുഭവങ്ങൾ അത് ദൈവരാജ്യത്തിൻ്റെ മഹിമയ്ക്കായിട്ട് ദൈവാത്മ നൽകുന്നതാണ്. കാരണം ഈ വേർഡ് സത്യമാണെന്ന് കർത്താവ് തെളിയിക്കുകയാണ്. അത് അനുഭവങ്ങളിലൂടെയാണ് തെളിയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു വന്നത് ജീവൻ തുറക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്നാണ്. ജീവൻ തുറക്കുന്നതിന് തടസ്സമാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. അതിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പം വിപിൻനാഥിന് ഇന്ന് രാവിലെ ദൈവം ഒരു സ്വപ്നം കൊടുത്തു. സ്വപ്നം കണ്ടു വിപിൻനാഥ് അങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് താൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത്. ദൈവാത്മാ പല കാര്യങ്ങൾ തന്നെ അങ്ങനെ സ്വപ്നം കാണിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ
തന്നെ കാണിച്ച ലൈഫ് കാണിക്കുന്നത് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേക കാര്യമുണ്ട്. കർത്താവിൻ്റെ ജീവൻ തുറക്കുമ്പോൾ എന്തു സംഭവിക്കും? നമ്മൾ ഈ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഇത് 4 പാട്ടുപാടി അവസാനിപ്പിക്കുന്ന പരിപാടിയാണെന്നാണ്. 4 പാട്ടുപാടി അവസാനിപ്പിക്കുന്ന പരിപാടി അല്ല ഇത് അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ജീവൻ തുറക്കും. ആ ജീവൻ തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നമ്മുടെ ചർച്ച് ഗ്രൂപ്പിനകത്ത്, നമ്മുടെ സൂമിനകത്ത്, അല്ല ബൈബിൾ കോളേജ് ഗ്രൂപ്പിനകത്ത് ഇത് ഇട്ടിരുന്നു. എന്നാലും നമ്മൾ ഒന്നുകൂടെ കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ വിപിൻനാഥ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് ഞാനൊന്ന് സ്പോട്ട് ചെയ്തോട്ടെ. നിങ്ങൾക്ക് ആ സാക്ഷ്യം വിപിൻനാഥിൽ നിന്ന് തന്നെ കേൾക്കാം. ശ്രദ്ധയോടെ കേൾക്കുക. കർത്താവ് നമ്മളെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. വിപിൻനാഥ്. വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാലത്ത് ഒരു സ്വപ്നം കാണായിരുന്നു. ഞാൻ സജി പാസ്റ്ററോട് സംസാരിച്ചിരുന്നു. ഈ സ്വപ്നം കാണാൻ അത് ഇടയായത് ഇങ്ങനെയാണ്. ഞാനൊരു കുറച്ച് 2-3 ദിവസമായിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് ഓരോ പുസ്തകം ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഓരോ പുസ്തകം വെച്ച് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മാത്രല്ല ഇപ്പൊ ഷോപ്പിലാണെങ്കിലും പ്രയറിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ ദൈവം കാണിക്കുന്ന ചില സ്വപ്നങ്ങൾ അതങ്ങനെ തന്നെ ലൈഫിൽ വരാറുണ്ട്. ഞാൻ കാലത്ത് നിന്ന് ഒരു 3 മണി 4 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ എഴുന്നേൽക്കുമ്പോ ആ ടൈം ചെറിയൊരു ഉറക്കത്തിന്റെ ഇതിൽ പോവായിരുന്നു. പെട്ടെന്ന് സ്വപ്നം കാണണേ ഞാന്. ആ സ്വപ്നം ഇപ്രകാരമായിരുന്നു. പഞ്ചാബിൽ പോയിട്ടുള്ളവർക്ക് പറഞ്ഞാൽ ക്ലിയർ ആവും. പഞ്ചാബിലത്തെ ഫാമിലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ ഹോളാണ്. ആ ഹോളില് ഗസ്റ്റുകൾക്ക് വന്നിരിക്കാനായിട്ടുള്ള സോഫ സെറ്റി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. വലിയ വീടാണെങ്കിൽ വലിയ സ്ക്വയർ ആയിട്ടുള്ള സോഫ സെറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഞാനവിടെ സംഭവമാണ് സജി പാസ്റ്റർ ഒരു 2-3 സിസ്റ്റേഴ്സ് വേഷം മാറിയിട്ട് അവിടെ ഫാമിലിയിൽ പോയേക്കാണ്. ഒരു സിഖ് ഫാമിലിയാണ്. സിഖ് ഫാമിലി എന്ന് പറയാൻ ഞാൻ അവിടെ എന്റെ വൈഫ് ഹൗസ് ഓടി ആയതുകൊണ്ട് എനിക്ക് ആ സിഖുകാര് അങ്ങനത്തെ അവരുടെ വേഷങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ സജി പാസ്റ്ററുടെ വേഷം എന്ന് പറഞ്ഞാൽ ടോട്ടലി സജി പാസ്റ്റർ ഫേസ് ഒക്കെ ചേഞ്ച് ചെയ്ത് താടിയൊക്കെ വളർത്തി ശരീരം കുറച്ചും കൂടി ഇങ്ങനെ ആക്കി പഞ്ചാബികളുടെ ഒരു ഫിഗർ സെറ്റ് ചെയ്തിട്ടുണ്ട് പാസ്റ്റർ എന്നൊക്കെ. അപ്പൊ നമ്മള് സ്വപ്നത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പാസ്റ്റർ ആണ് നിൽക്കുന്നത്. കൂടെ ഞാൻ കണ്ടത് മണ്ണുത്തിയിലത്തെ ഗ്രേസി ടീച്ചർ കണ്ടു. പിന്നെ 2-3 സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ സിഖുകാരുടെ ഇടയിൽ നിന്ന് ഒരു പ്രോഫറ്റ്, ഒരു സഹോദരി പ്രോഫറ്റ് എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുകയാണ്. ഹിന്ദിയിലാ പറയണ. ആ ഹിന്ദി എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയുള്ളൂ. എന്നാലും ഞാൻ കേട്ട കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ആദ്മി ഹമാരെ ഗുരുജി നഹി. അവര് വിചാരിച്ചു സജി പാസ്റ്റർ അവരുടെ ഗുരു, അവരെ സിഖുകാര് ഗുരുജീനാണ് ആരാധിക്കുന്നത്. അപ്പോ ഹമാര ഗുരുജി പരമേശ്വർ കാ ആദ്മി ലോഗ് ഹൈ, ഹമാരെ സാത്ത ആകെ ജീവൻ ദേനെ കെ ലിയെ ആകെ. അത് ഈ സഹോദരി ഇങ്ങനെ ആടി എന്ന് പറയണ പ്രവചിക്കാണ്. അപ്പൊ എന്നിട്ട് പറഞ്ഞ് അപ്പുറത്തുള്ള സഹോദരിമാര് അവര് ഗുരുജിയുടെ കൂടെ വന്നേക്കണതാണ്, അവര് പരമേശ്വരനെ കുറിച്ച് പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കേട്ടിട്ട് കർത്താവെ പെട്ടുപോയല്ലോ, അവർക്ക് മനസ്സിലായി നമ്മള് കർത്താവിനെ കുറിച്ച് പറയാൻ വന്നതാണ്. അപ്പൊ സിഖുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലും അവർക്ക് പഞ്ചാബില് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിക്കും പിടിച്ചിട്ട്. അപ്പൊ ഞാൻ പെട്ടുപോയില്ല കർത്താവ്, ഞാൻ പേടിച്ചു. അപ്പൊ പെട്ടെന്ന് തന്നെ പിന്നെ അടുത്തൊരു വിഷയം കാണാണ്. നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. സജി പാസ്റ്റർ നമ്മുടെ കുറച്ച് സഹോദരിമാരെ ഇവര് ഇൻവൈറ്റ് ചെയ്തിട്ട് അവര് ഞാൻ പറഞ്ഞ അത് ഈ ഹോളില് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് സോഫ സെറ്റി, ഒരു ബ്ലൂ കളറിലെ സോഫ സെറ്റിയില് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ നടന്നൊരു സംഭവമാണ് എന്നെ ഞെട്ടിച്ചത്. അത് ഇങ്ങനെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവരെല്ലാവരും തലാമ കിട്ടും. സഹോദരിമാരാണെങ്കിലും അവരുടെ തലയിൽ കെട്ടി ആരെങ്കിലും ചെറിയൊരു കത്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ വേഷവിധാനങ്ങൾ. അപ്പൊ അവര് കയ്യിലൊരു ചെറിയൊരു വൈറ്റ് ബോള് തട്ടി കളിക്കുക. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് ഈ വൈറ്റ് ബോളില് എന്റെ മോളുടെ ചിതാഭസ്മം ഞങ്ങള് നിറച്ചു വെച്ചേക്കാണ്. അപ്പൊ ഞങ്ങൾ തട്ടി കളിക്കുമ്പോ ഞങ്ങളുടെ ഹൃദയത്തില് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ മോള് ഞങ്ങളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പൊ അതില് ആ മരിച്ചുപോയ മോളുടെ അമ്മ ആ വൈറ്റ് ബോൾ എടുത്തിട്ട് കുറെ ഇങ്ങനെ കിസ് ചെയ്തിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഇതർ ദേക്കോ ഹമാര ബച്ചോക്കോ ചൂനേക്കല് അങ്ങനെ എന്തോ പറഞ്ഞു. അതായത് തൊടുവാനായി, നമ്മളെ ഉയർത്തുവാനായി പുറമെ നിന്ന് ആളുകൾ വന്നിരിക്കുന്നു. അത് ആ സഹോദരി പറയാണ്. ആ സഹോദരി ബൈബിൾ അറിയില്ല, യേശുവിനെ അറിയില്ല. പക്ഷെ കേട്ടിട്ടുള്ളത് ഇത് ഇവിടെ വന്നേക്കണത് ആ ചിതാഭസ്മത്തിൽ നിന്ന് മോളെ കിട്ടുമെന്നുള്ള ഇതിൽ നിന്ന് ഇരിക്കണ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആ പറയണതിന്റെ ഇടയിൽ ആ ബോൾ പിടിച്ച് തട്ടും, അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും. അപ്പൊ കളിക്കാന്നുള്ള അവർക്ക് ബൈബിൾ അറിയില്ല, അങ്ങനത്തെ ഒരു പരിപാടി അറിയില്ല.
അപ്പൊ സജി പാസ്റ്റർ ഞാൻ പിന്നെ സജി പാസ്റ്റർ കാണുന്നത് സജി പാസ്റ്റർ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സജി പാസ്റ്റർ ഞാൻ കൂടുതൽ കണ്ടത് അങ്ങനത്തെ ഒരു വിഷമം വരുമ്പോഴാണ് പാസ്റ്റർ അങ്ങനെ ഇരിക്കുക. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുകയാണ്. പാസ്റ്റർ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പാസ്റ്ററുടെ ഉള്ളിലുള്ള സംഭവം എന്റെ ഹൃദയത്തിൽ പറയാണ്, ദൈവമേ ഞാനിപ്പോ ആ ബോളിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ബോളിൽ നിന്ന് ആ ചാരം ചിതാഭസ്മം മാറി അതാ മരിച്ചു പോയ കുഞ്ഞായിട്ട് എഴുന്നേറ്റ് വരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ഞാനിവിടെ ഇപ്പൊ അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ ഒരു അത്ഭുതത്തിന് പിന്നാലെ പോകും. ഇവരെ ആരാണ് ദൈവവചനം പഠിപ്പിക്കുക ദൈവമേ, എനിക്കിവിടെ അത്ഭുതം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവര് ഇത്രത്തോളം യേശുവിനെ പോലും അറിയാത്ത രീതിയിൽ താന്നു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സാജി പാസ്റ്റർ അവിടെ ഇരുന്നിട്ട് ഏങ്ങി കരയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോ ഈ സ്വപ്നം ഞാൻ കാണുന്ന കാലത്ത് തന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് അടുത്തൊരു സ്വപ്നം ഗ്രേസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറയാണ്, അപ്പോ വിപിനെ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് സിസ്റ്റർ എന്ന് ചോദിച്ചു. അപ്പോ ആള് പറയാണ്, ഭയങ്കര അത്ഭുതങ്ങൾ നമ്മുടെ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുക. സഹോദരിമാരുടെ ഗ്രൂപ്പില് ഫോൺ വിളിച്ചിട്ടുള്ള പ്രാർത്ഥനയില് മരിച്ചവർ എഴുന്നേൽക്കണു, അപ്പോ തന്നെ രോഗികൾ സൗഖ്യമാവണു, ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള ഭയങ്കര സംഭവങ്ങളാണ് വിപിനെ. ഈ പഞ്ചാബ് ഭാഗത്ത് സജി പാസ്റ്റർ പോയിരുന്നു ടീമായിട്ട്. അവിടെ പോയിട്ട് ചിതാഭസ്മത്തിൽ നിന്നിട്ട് ഒരു കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു സജി പാസ്റ്റർ. നീ അറിയുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാര്യങ്ങള് അവിടേക്ക് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് എഴുന്നേൽക്കാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സജി പാസ്റ്റർ ഈ ഇതിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ കാലത്ത് സജി പാസ്റ്റർ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് കുറെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞാൻ പാസ്റ്റർ അടുത്ത് പോയി പാസ്റ്റർ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ അറിയണം നമുക്ക് ഈ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ 2-3 സ്വപ്നങ്ങൾ ഇപ്പോ ഇത് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണം. ഞാൻ ഇങ്ങനെ ശരിക്കും സജി പാസ്റ്റർ എന്നെടുത്ത് ഓർമ്മിപ്പിക്കുന്നു, ഇത് കണ്ടതാണ്. എനിക്ക് തോന്നുന്നത് 100% ഷൂറാണ് ഇതിങ്ങനത്തെ ഒരു നിലവാരം, ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു റലം നമ്മുടെ ചർച്ചിൽ എന്തായാലും ഓപ്പൺ ആവും. ജീവൻ വ്യാപരിക്കും. അത് ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നതെല്ലാം ക്ഷയമായതിനെ അക്ഷയമാക്കി തീർക്കും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വളരെ നന്ദി ഈ സമയം തന്നത്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, താങ്ക് യു വിപിൻ. അത് തന്നെ കർത്താവ് കാണിച്ചു കൊടുത്ത കാഴ്ച ധൈര്യത്തോടെ പറഞ്ഞതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായിട്ട് 1% പോലും പ്ലാൻ ഉണ്ടാക്കാനോ പറയാനോ ഒരു കഥയാക്കി പറയാനോ ഒന്നും പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ അന്ത്യകാല ഉണർവിനകത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് ഒരാൾക്കും ചിന്തിക്കാനോ പ്ലാൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വിപിനാഥ് ഇവർക്കൊക്കെ 2 അടി കൊടുക്കാനായിട്ടുണ്ട്. എൻ്റെ കുഴപ്പമില്ല, ഞാൻ ഇവരെ ചീത്ത പറയുകയും ചെയ്യും. ഇവർക്കെല്ലാം ഞാൻ പറഞ്ഞു, ഇവർക്കെല്ലാം നല്ല വീക്ക് കൊടുക്കണം. പക്ഷെ ഞാനത് വ്യക്തിപരമായിട്ട് ആരോടും പറയില്ല. വേണമെങ്കിൽ കയറിയാൽ മതി എന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ദൈവാത്മാവ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 48 പേരിൽ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാർ കുറച്ചേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇവർ യൂട്യൂബിൽ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ റൂട്ട് നിങ്ങളുടെ അകത്ത് കയറിയാൽ ഈ ഉണർവിൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഇനി ദൈവം ചെയ്യാൻ പോകുന്ന ഉണർവെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്, ഇനി ചെയ്യാൻ പോകുന്ന ഉണർവ് പ്രസംഗമൊന്നുമല്ല. ഇവിടുത്തെ മതങ്ങളുടെ ആചാരങ്ങളെ പൊട്ടിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച്, കേട്ടില്ലേ നിങ്ങൾ? ഇതിങ്ങനെ പറയണമെങ്കിൽ ഒരു ചെറിയ ബലം വേണ്ടേ? ചിതാഭസ്മത്തിനകത്ത് മരിച്ച് കത്തിച്ച ചാരത്തിന്ന് കർത്താവിന് വ്യക്തികളെ ഉയർപ്പിക്കൂ. അപ്പം അങ്ങനത്തെ ഒരു ലൈഫ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവാത്മ തുറക്കുമോ? ഇത് തുറക്കുന്നത് വലിയ അന്ത്യകാല ഉണർവെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ചാരത്തിൽ നിന്ന് മക്കളെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവശക്തി നമ്മുടെ അകത്ത്, നമ്മുടെ ആത്മാവിലുണ്ടോ? അത് നമ്മളീ പറയുന്ന ദൈവശക്തി എന്ന് പറയുന്നത് 4 പാട്ട് പാടി 4 പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണോ? ഞാൻ എൻ്റെ അകത്ത് ദൈവിക അത്ഭുതങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം വരാൻ കാരണം, 1, ഞാൻ കണ്ട അത്ഭുതങ്ങളാണ്. 2, എൻ്റെ വേദന. എൻ്റെ അമ്മയുടെ, ലീല ചേച്ചിക്ക് പഴയ ആൾക്കാർക്ക് അറിയാം, എൻ്റെ അമ്മയ്ക്ക് ഒരു കണ്ണില്ല. എൻ്റെ അമ്മയുടെ ഒരു കണ്ണ് ഒരു തോട്ടി കൊണ്ട് പോയതാണ്. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മേനെയാണ്. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്, ലിൻസിയേക്കാൾ ഇഷ്ടം അമ്മയോട് ആണോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല. പിന്നെ ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് വല്ല വിഷമമുണ്ടായാലോ എന്ന് വെച്ച് ഞാനങ്ങനെ പറയുകയാണ്. ഓക്കെ, പോട്ടെ.
അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മേനെയായിരുന്നു. കല്യാണം കഴിച്ച് കുറച്ച് കാലം കഴിയുന്നവരെ ഞങ്ങൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അമ്മേനെ ഒരു വഴിക്കൊക്കെ പറഞ്ഞ് നിർത്തുകയും ചെയ്തു. ഓക്കെ. അപ്പം അമ്മയുടെ ഒരു കണ്ണ് പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പുതിയ കണ്ണുണ്ടാകണമെന്ന്. അമ്മയ്ക്കൊരു പുതിയ കണ്ണ് ദൈവത്തിന് വെച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ ആഗ്രഹമാണ് കേട്ടോ അത് ആഗ്രഹം. ഇപ്പോഴും എൻ്റെ ഇത് ചോദിച്ചാൽ എൻ്റെ അകത്തുള്ള ആഗ്രഹം ദൈവാത്മാവ് ഇങ്ങനെ അവയവങ്ങൾ സൃഷ്ടിക്കുന്ന പുതിയ അവയവങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കിങ്ഡം പവർ നമ്മുടെ മേൽ തുറന്നു വരും. പ്രകൃത്യാതീതമായ ശക്തി നമ്മൾ പറയുമ്പോൾ ഉണ്ടായി വരും. അങ്ങനെ ഉണ്ടായി വന്നാൽ ഞാൻ ആദ്യം ഓടുന്ന ഓട്ടത്തിൽ ഒന്ന് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ആകാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് അത്ര വിഷമമുണ്ട്. കാരണം അതുപോലെ സുവിശേഷത്തിന് വേണ്ടി എൻ്റെ അമ്മ കഷ്ടം സഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് സാരാംശത്രയേ ഉള്ളൂ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കർത്താവ് ഈ ഉണർവിനകത്തയക്കും. എന്നെ കർത്താവ് എനിക്കിന്ന് എന്താ പറയുക, വിമൽനാഥ് ഇത് പറഞ്ഞപ്പം എനിക്ക് വന്നൊരു കാര്യം കഴിഞ്ഞ് കുറച്ച് മാസം മുമ്പ് കർത്താവിൻ്റെ സ്വപ്നം കാണിച്ചു. നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കറിയാം. കർത്താവിൻ്റെ ഒരു കാഴ്ച കാണിക്കണം, മോനെ ഇന്ത്യയുടെ ഉണർവിൽ എനിക്ക് നിന്നെ ഉപയോഗപ്പെടുത്തണം, നീ അതിന് ഹിന്ദി പഠിച്ചേ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് എബ്രായ പഠിക്കുന്നു, മറുഭാഗത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നു, അതിൻ്റെ പുറത്തിന് ഹിന്ദിയും കൂടെ പഠിക്കണം. 3 ഭാഷ പഠിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഭാഷാജ്ഞാനം കർത്താവ് തരാനായിട്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ കേട്ട് എനിക്ക് കഴിഞ്ഞ ദിവസത്തിൽ പലരും കണ്ടു വടക്കേന്ത്യയെക്കുറിച്ച്. വടക്കേന്ത്യയിൽ ഒരു മൂവ് തുടങ്ങിയാൽ പിന്നെ എന്നെ നിങ്ങൾക്ക് സൂം മീറ്റിങ്ങിന് കിട്ടില്ല. ഞാൻ പിന്നെയും പറയാം, വടക്കേന്ത്യയിൽ പരിശുദ്ധാൽ ഒരു മൂവ് തുടങ്ങിയാൽ ഇപ്പോൾ വേണേ കയറിയിരുന്ന് പഠിച്ചോളണം. ഇത് ആയുഷ്കാലം മൊത്തം ഇങ്ങനെ സൂമിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കൊന്നും ചിന്തിക്കരുത്. വടക്കേന്ത്യയിൽ കർത്താവ് ഇങ്ങനെയുള്ളൊരു മൂവ് അയച്ചാൽ ഒറ്റയാൾ ചിന്തിക്കരുത് പിന്നെ ഈ സൂം മീറ്റിംഗ് ഉണ്ടാകുമെന്ന്. പിന്നെ ദൈവം പറഞ്ഞു നിർത്തരുന്നൊക്കെ പറഞ്ഞ് ദൈവം സമയം ഉണ്ടാക്കി തന്ന പിന്നെ അതാ വഴിക്ക് പോട്ടെ. പക്ഷേ ഇപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണം, വില കൊടുത്ത് ഉപയോഗിക്കണം. ഒരാമേനൊന്ന് പറയാൻ പറ്റിയെങ്കിൽ പറഞ്ഞൊരു കർത്താവിന്. പിന്നെ കഴിയുന്നവർ നിങ്ങൾ ഞാൻ ഓർപ്പിക്കുന്ന പോലെ എന്നും അത് ഓർപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് വരിക. പണ്ട് നമ്മൾ വീഡിയോകൾ ഓൺ ചെയ്തിരിക്കാത്തവരെ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അപ്പോൾ എന്നും ഈ റെക്കോർഡിങ്ങിനകത്ത് അത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ബൈബിൾ സ്കൂൾ പഠനം നമ്മൾ ആരംഭിച്ചപ്പോൾ ആകെ കൂടെ പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ബൈബിളിനകത്ത് നിന്ന് ആധികാരികമായ പഠനം കേൾക്കാം. അത് രസം. ഈ 5 വർഷമായിട്ട് ഇത് ഓരോ ദിവസം നമ്മൾ അടുത്തടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ വീടുകളിൽ ഈ 1 മണിക്കൂർ നേരം നിങ്ങൾ സൂം വീഡിയോ ഓൺ ചെയ്തിരിക്കുക എന്നൊരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ഓക്കെ ഡ്യൂട്ടിയിലാണ്, തനിജ സിസ്റ്റർ ഡ്യൂട്ടിയിലാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ അതൊരു സന്തോഷമുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നു എന്നൊരു സന്തോഷമുണ്ട്. ഷിജു ബ്രദർ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, എന്നോട് റോണി ബ്രദർ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ഡ്യൂട്ടി തുടങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡ്യൂട്ടിയിലായിരിക്കുന്നവർ അവർ ഓർത്ത് സ്തോത്രം ചെയ്തു. നിങ്ങൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കയറുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്നലെ നമ്മൾ പ്രധാനമായൊരു ക്ലാസ് എടുത്തു. ഇന്നലെ എനിക്ക് സന്തോഷം തോന്നി. അപ്പം എനിക്ക് ഉണ്ടായൊരു ഇത്രയും ഇങ്ങനെ കടുപ്പൊക്കെ പറയണോ കർത്താവ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ എന്നെ മാവേലിക്കരയിൽ നിന്ന് സജിപാഷ ഇന്നലെ രാത്രി പാതിരാത്രി വിളിച്ചിട്ട് പറഞ്ഞു, സജിപാഷെ ഞങ്ങളുടെ മാവേലിക്കര ചർച്ചിലൊന്ന് വരുമോ? ചോദിച്ചു, വരാം. എന്നിട്ട് ചോദിച്ചു, പക്ഷേ ഇന്നലെ എടുത്ത ക്ലാസ് അതുപോലെ ഒന്ന് പഠിപ്പിക്കൂ. കർത്താവേ, അങ്ങനെയുണ്ടോ ഒരു ആഗ്രഹം? അപ്പോൾ ചോദിച്ചു, ഇന്നലെ എടുത്ത ക്ലാസ് കേട്ടാൽ പോരെ? അപ്പം ദൈവാത്മാവ് ദൈവദാസന്മാരോട് സഭകളോട് ദൈവാത്മാവ് ഇടപെടുന്നവനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തിയും ചെയ്യുകയാണ്. ഓക്കെ, ആ ക്ലാസ് കേൾക്കാതിരുന്നാൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇന്നലത്തെ ക്ലാസ് കേൾക്കാത്തവർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു വിശകലനം നടത്താൻ പോവുകയാണ്. ഇന്ന് കുറേ വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇന്നത് ഒരു പ്രസംഗമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബൈബിൾ എടുക്കുക. ഞാൻ സ്ക്രീൻ ഞാൻ ചെയ്തിടുന്നില്ല. ബൈബിൾ എടുക്കുക, നമുക്ക് ഒന്നുകൂടെ ആഴത്തിലേക്ക് പോകാം. ഇത് ഒരു പ്രസംഗമല്ല, നമ്മൾ ബൈബിളിലെ കുറേ വേർഡുകൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ കവനന്റിൻ്റെ വെളിപ്പാടാണ്, കവനന്റിൻ്റെ വാക്തത്വമാണ്. 3 വാക്തത്വം. വേഗത്തിൽ അത് മാത്രം വെറുതെ അതൊന്നും വലിച്ചു വാരി പറയരുത്, എനിക്ക് വിഷമമായ ക്ലാസ് മുമ്പോട്ട് പോകില്ല. കവനന്റിൻ്റെ ന്യൂ കവനന്റിൻ്റെ അകത്തുള്ള 3 വാക്തത്വങ്ങൾ പെട്ടെന്ന് ഒരാൾ പറഞ്ഞേ. എന്തെങ്കിലും പറയാൻ വേണ്ടി പറയരുത്. ഒന്ന് ആധികാരികമായി എഴുതി വെച്ചവരോ കൃത്യമായി പഠിച്ചവരോ ഒന്ന് പറഞ്ഞ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പുതിയ ഉടമ്പടിക്കകത്തുള്ള 3 വാക്തത്വങ്ങൾ ഒരാൾ പറഞ്ഞോ?
ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കി വെക്കുന്നു. ഉം. എല്ലാവരും ദൈവത്തെ അറിയും. ഒന്ന്, നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ പാപം ഇനി ദൈവം ഓർക്കാതെ വണ്ണം നിങ്ങളെ ദൈവാത്മാവ് പാപം ഇല്ലാത്തവരാക്കി മാറ്റുന്നു. ഈ പദങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള പദങ്ങളാണ്. നിങ്ങളുടെ പാപം ഇനി ഓർക്കാതെ വണ്ണമുള്ള നീതീകരണം നടക്കുന്നു. ദൈവം ഇനി നിങ്ങളുടെ പാപം ഓർക്കില്ല. പാപക്ഷമ എന്നൊറ്റ വാക്കിൽ നമുക്ക് പറയാം. 2, അവന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ അകത്ത് അത് എഴുതി നിങ്ങളെ അവന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നു. 2ാമത്തെ വാക്തത്വം. 3ാമത്തെ വാക്തത്വം, നിങ്ങളെ അവനെ അറിയുന്ന തലത്തിലേക്ക് എത്തുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ അറിയാം എന്നതാണ് നമ്മുടെ ഭാവം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ അറിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ബുദ്ധിയിൽ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലറിയാം. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് നമുക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമുക്കറിയാം. പക്ഷെ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗിനസ്കോ എന്ന വാക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു സെക്ഷനിൽ അത് പറഞ്ഞിരുന്നു. ഒരു പുരുഷൻ ജൂയിഷ് ഐഡം അനുസരിച്ച് ഒരു ഭർത്താവ് ഭാര്യയെ അനുഭവിച്ചറിയുന്നത് പോലെയുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ബന്ധമാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം 2 വ്യക്തികൾ, രണ്ട് ശരീരങ്ങൾ അടുത്തറിയുന്നത് പോലെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തെ ആത്മാവിൽ ആഴമായിട്ട് അനുഭവിച്ചറിയാം. ഇതാണ് ഗിനസ്കോ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ന്യൂ കവനന്റ് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പഠന വിഷയങ്ങൾ അറിയിക്കുകയല്ല, നിങ്ങൾക്ക് ദൈവത്തെ തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ആത്മാവിൽ ആത്മാവായവനെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഓക്കെ, ഇത് 3മാണ് ന്യൂ കവനന്റിന്റെ വാക്തത്വങ്ങൾ. ഇതിനകത്ത് നീതീകരണം നടന്ന നിങ്ങളുടെ അകത്തേക്ക് ആത്മാവിൽ അവൻ ന്യായപ്രമാണം നിങ്ങളുടെ അകത്താക്കുന്നു. ന്യായപ്രമാണങ്ങൾ എന്നാണ് എബ്രായലേഖനം 8:10. ഞാനിപ്പോൾ അത് വാക്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോവാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എൻ്റെ പ്രൈവറ്റ് ചാറ്റിൽ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. എബ്രായലേഖനം 8:10, 10:16 പറയുന്നു, ഞാൻ എൻ്റെ ലോസ്, ഐ പുട്ട് മൈ ലോസ് ഇൻ ദയർ ഹാൻഡ് ആൻഡ് അവരുടെ ഹൃദയത്തിലാക്കി മനസ്സിലെഴുതുമെന്ന് ഒരു ഭാഗത്തും മനസ്സിലാക്കി ഹൃദയത്തിൽ എഴുതുമെന്ന് മറുഭാഗത്തും പറയുന്നു. 2 ഭാഗത്ത് എഴുതുമെന്ന് പറയുന്നു. ഇത് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിലെ പ്രവചനമാണ്, പുതിയ ഉടമ്പടിയുടെ പ്രവചനമാണ്. ഇവിടെ നിങ്ങളുടെ അകത്തേക്ക് പകരുന്നത് നിങ്ങളുടെ ദേഹിയിലെ 2 പാർട്ടിലാണ്. നിങ്ങളുടെ ദേഹിയിൽ 2 ഭാഗമാണ് പ്രധാനമായിട്ട് അവിടെ പറയുന്നത്. ഒന്ന് നിങ്ങളുടെ ഹൃദയം, മറ്റൊന്ന് നിങ്ങളുടെ മനസ്സ്. ഹൃദയത്തിലാക്കി മനസ്സിലെഴുതും, മനസ്സിലാക്കി ഹൃദയത്തിലെഴുതും. നിങ്ങളുടെ ദേഹിക്ക് പ്രധാനമായ 3 ഭാഗമാണ്. നിങ്ങളുടെ ദേഹി, നിങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട ഭാഗം: ദേഹം, ദേഹി, ആത്മാവ്. അതിനകത്ത് ആത്മാവിൽ 3 ഭാഗം: അന്തർജ്ഞാനം, കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്. സ്പീഡ് കൂടുന്നോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ സ്പീഡിൽ വിട്ടു പോകുന്നതാ. നിങ്ങളുടെ ദേഹിക്ക് 3 പാർട്ട്. ഒന്ന്, നിങ്ങൾക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്, ഇമോഷനുണ്ട്, വികാരമുണ്ട്. വികാരം 3 തലമാണ് നിങ്ങളുടെ ദേഹിക്കുള്ളത്, 3 ഭാഗമാണുള്ളത്. അപ്പം ഇവിടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ വാക്തത്വം യിരെമ്യാവിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അകത്ത് ആത്മാവിന്, എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ അകത്ത് ഞാൻ ആക്കും, നിങ്ങളുടെ അകത്ത് ഞാൻ എഴുതും. ഇത് എഴുതുന്നത് പുതിയ നിയമ ശുശ്രൂഷയാലാണെന്ന് നമ്മൾ ഇന്നലെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഇന്ന് കണ്ടു. നിങ്ങളുടെ അകത്ത് എന്താ പറയുക, കൽപ്പലകയിലല്ല, നിങ്ങളുടെ ഹൃദയം എന്ന മാംസപ്പലകയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ, മാംസപ്പലകയിൽ ജീവനുള്ള ദൈവാത്മാവിനാൽ എഴുതി ചേർക്കും. അപ്പൊ നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകയിലാണ് എഴുതി ചേർക്കുന്നത്. പഴയ ഉടമ്പടിയുടെ പ്രത്യേകത, ഇത് എഴുതിയത്, പഴയ ഉടമ്പടി എഴുതിയത് അത് കൽപ്പലകയിലാണ്. എന്നിട്ട് അത് അനുസരിക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂ കവനന്റ് എഴുതുന്നത് കൽപ്പലകയിലല്ല, ന്യൂ കവനന്റ് എഴുതുന്നത് നിങ്ങളുടെ ആത്മാവിലാണ്, നിങ്ങളുടെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്. എന്നിട്ട് നിങ്ങളുടെ ആത്മാവിനകത്ത് വന്ന ക്രിസ്തുവിന്റെ ആത്മാവിനാൽ
ലഭ്യമാകുന്ന ശക്തിയാൽ നിങ്ങൾ ആ തലത്തിലേക്ക് വളരാൻ ബലമുള്ളവരായി മാറുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. എന്താണ് ഓൾഡ് കവനന്റും ന്യൂ കവനന്റും നമ്മൾ വ്യത്യാസം? ഓൾഡ് കവനന്റിനകത്ത് ഒരാളത് മനസ്സിലായെങ്കിൽ പറഞ്ഞ്. പഴയ നിയമത്തിനകത്ത് ന്യായപ്രമാണം എഴുതിയത് എവിടെയാണ്? കൽപ്പലകയിൽ. പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖന പ്രകാരം ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു, മനസ്സാക്ഷിയിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, മനസ്സാക്ഷിയല്ല, സോറി, ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു, മനസ്സിലെഴുതിയിരിക്കുന്നു. ഇനി വേറൊരു സ്ഥലത്ത് ന്യായപ്രമാണം ഉണ്ടെന്നൊരു വാക്യമുണ്ട്. അതെവിടെയാന്ന് പറയാവോ? എവിടെയാണ്? വാക്യം ഏതാണ്? എവിടെയാണ്? ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ സ്കോളേഴ്സായി മാറും. വേഗം പറ. അയ്യോ, സ്വർഗത്തിലുള്ളത് വേറെ, നിങ്ങളിൽ ഒരു ഭാഗത്ത് വേറെ എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരു ഭാഗത്ത് ന്യായപ്രമാണമുണ്ട്. ഹൃദയവും മനസ്സും നമ്മൾ പറഞ്ഞു. ആത്മാവിൽ നിങ്ങൾ റോമാലേഖനം 2-ാം അധ്യായം, അത് തന്നെ, അത് നമുക്ക് പറയാം. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വന്നേ. സമയം ഓടിപ്പോന്നു. റോമാലേഖനം 2:14. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അടുത്തത്, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും. അവിടെ നിൽക്കട്ടെ, സൂപ്പർ ഫാസ്റ്റ്, അവിടെ നിൽക്കട്ടെ. നീ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ 1 മിനിറ്റ് കൂടെ പോകുന്നു. ഓക്കെ, കേക്കോ. അപ്പം നമ്മൾ ന്യായപ്രമാണം ലഭ്യമാകാത്ത ജാതികൾ, ന്യായപ്രമാണത്തിൽ ഇല്ലാത്തത്, ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു. അടുത്ത വാക്ക്, അവരെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറയുന്നു. കണ്ടോ? അപ്പൊ മനസ്സാക്ഷി, നിങ്ങളൊരു കാര്യം തെറ്റു ചെയ്യുമ്പോൾ ആരെങ്കിലും പറയണോ? നിങ്ങളുടെ അകത്തിരുന്ന ഒരാൾ പറയുന്നില്ല ആ ചെയ്യുന്നത് തെറ്റാന്ന്? അങ്ങനെ സാധനം ഇല്ലാത്തതിന് അതിന്റെ പെൻഡുലം ഒടിഞ്ഞു പോയതാ. ഏതാ? അത് മനസ്സാക്ഷിയാണ്. ആ മനസ്സാക്ഷി നിങ്ങളുടെ ആത്മാവിലാണ്. അപ്പൊ ആത്മാവിൽ മനസ്സാക്ഷിയുണ്ട്, ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന എഴുത്തുണ്ട്, മനസ്സിൽ എഴുതിയിരിക്കുന്ന എഴുത്തുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻവാർഡ് പാർട്ടിൽ 3 മേഖലകളിൽ ന്യായപ്രമാണത്തിന്റെ എഴുത്തുള്ളതായി കാണാം. മനസ്സാക്ഷിയിലുള്ള എഴുത്ത് എല്ലാ ജാതികളിലും ഉണ്ട്. കേറുന്നുണ്ടോ നിങ്ങളുടെ അകത്ത്? രക്ഷിക്കപ്പെടാത്ത സകല ജാതികളുടെ അകത്ത് മനസ്സാക്ഷിക്കകത്തുണ്ട്. എന്നാൽ പുതിയ ഉടമ്പടിയിലാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് എഴുതുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇത് എഴുതുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് വന്നോ? ഇപ്പോ ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് വന്നോ? അല്ലെങ്കിൽ മനസ്സിലായോ? രണ്ടിലൊന്ന് പറ. ഒന്നെങ്കിൽ മനസ്സിലായി, അല്ലെങ്കിൽ ഡൗട്ട് വന്നു. ആരിലും ഒരാൾ പറഞ്ഞാൽ മതി. ഒരു വട്ടെടുത്ത് നോക്കിയാൽ മതി വെന്തോന്ന്. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ അടി പിടിച്ചതാ. അത് 2 ദിവസം നേരത്തെ കയറി കിടന്നതാ, അതുകൊണ്ട് അടി പിടിച്ചതാ അത്. ഓക്കെ, തിരിച്ചു വരിക. അപ്പൊ ഇനി ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ്. അപ്പൊ നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ ജീവനുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ ജീവൻ വന്നോ? ഇനി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം കേട്ടോ. നിങ്ങളുടെ അകത്ത് വന്നത് യേശുവിന്റെ ജീവനാണോ? നിങ്ങളുടെ അകത്ത് വന്നത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ജീവനാണോ? നിങ്ങളുടെ അകത്ത് വന്നത് നിത്യജീവനാണോ? അപ്പൊ നിത്യജീവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ജീവനാണ്, അവന്റെ ജീവനാണ്. ആ ജീവനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് തുറക്കുന്നില്ല? ഇത് ആത്മാവിലുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാളുടെ അകത്ത് ആത്മാവിൽ ഇതുണ്ട്. പക്ഷെ എന്തുകൊണ്ട് തുറക്കുന്നില്ല? അപ്പൊ ഇതിനെവിടെയാണ് ബ്ലോക്ക്? ഇന്നലെ ഞാൻ പറഞ്ഞ ഉദാഹരണമാണ്. നിങ്ങളുടെ ശരീരത്തിനകത്ത് സിസ്റ്റങ്ങൾക്ക് കുഴപ്പം വന്നാൽ നിങ്ങൾക്ക് രുചി അറിയാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മൂക്കുകൊണ്ട് മണത്താൽ ശ്വസിക്കാം. നിങ്ങൾക്ക് മൂക്കുകൊണ്ട് ഗന്ധങ്ങൾ
നിങ്ങൾക്ക് ഗണിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങളുടെ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നിങ്ങളുടെ ആത്മാവിൽ വന്നത് നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. 2 കൊരിന്ത്യർ 4:10. ഇനി അതിന്റെ തടസ്സം നമ്മൾ ഇന്ന് രാത്രി പിടിക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ 4:10. യേശുവിന്റെ ജീവൻ വായിച്ചോ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ യേശുവിന്റെ ജീവൻ എവിടെ വെളിപ്പെടണം? ശരീരത്തിൽ വെളിപ്പെടണം. യേശുവിന്റെ ജീവൻ ഇപ്പോൾ എവിടെ ഉണ്ട്? ആത്മാവിലുണ്ട്, നിങ്ങളുടെ ആത്മാവിലുണ്ട്. അപ്പൊ ആത്മാവിലുള്ളത് എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നില്ല? ശരീരത്തിൽ വെളിപ്പെട്ടാൽ സൗഖ്യം നടക്കും. ശരീരത്തിൽ വെളിപ്പെട്ടാൽ നിഴൽ തട്ടിയാൽ രോഗി സൗഖ്യമാകും. ശരീരത്തിൽ ഈ ജീവൻ വെളിപ്പെട്ടാൽ നിങ്ങൾ കൈവച്ചാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജോൺ ജി ലേക്കിന്റെ കാലഘട്ടത്തിൽ 1900 വർഷങ്ങളിൽ 2020-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ പ്രത്യേക രോഗം വന്ന സമയത്ത് ദൈവാത്മ തന്നെ അയച്ചു തന്നെ ആഫ്രിക്കയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് 1 ലക്ഷം വ്യക്തികളെയാണ് ഇന്ന് കാലത്ത് കോവിഡ് വന്നപ്പോൾ വെച്ച ദൂരപരിധിയുള്ള സമയത്ത് 1 ലക്ഷം വ്യക്തികളാണ് താൻ കൈ തൊട്ട് സൗഖ്യം പ്രാപിച്ചത്. ഇത് ആളെഴുതിയ പുസ്തകമാണ്. ഇതുണ്ട്, ജോൺ ജി ലേക്ക്. കാണാമോ നിങ്ങൾക്ക്? തിരിഞ്ഞു പോയോ? കാണാൻ പറ്റുന്നുണ്ടോ? ജോൺ ജി ലേക്ക്. ഇത് ഏകദേശം ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു 3000-3000. ഞാൻ ആളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വില കൊടുത്ത് മേടിച്ചതാണ്. നിങ്ങൾ ഇച്ചിരി പൈസയൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കണം കേട്ടോ. പഠിക്കാനുള്ളൊരു വെറുതെ പുസ്തകാലന്മാർ മേടിച്ച് രസത്തിന് വേണ്ടി വെക്കാൻ വേണ്ടി മേടിക്കരുത്. ഒരു മനുഷ്യനെ ദൈവം പ്രകൃത്യാതീതമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അവൻ്റെ പുറകിലുള്ളത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അന്വേഷണാത്മാവ് ത്വരിതപ്പെടണം. അപ്പൊ ആ മനുഷ്യനുണ്ടായ പ്രത്യേകത, ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, അവർ ഇങ്ങനെ കൈവച്ചാൽ ദൂരപരിധി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പുള്ളി കൈവയ്ക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകുന്നു. ഈ രോഗാണുക്കൾ എല്ലാവരും മാറി മടക്കുമ്പോൾ ഈ പുള്ളി കൈവച്ചെടുത്ത് പുള്ളിയുടെ കൈ തൊട്ടെടുത്ത് പൂർണ്ണ സൗഖ്യം ഉണ്ടാകുന്നു. ആഫ്രിക്കൻ ഗവൺമെന്റ് നടത്തിയ ഇന്റർവ്യൂവിൽ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് എല്ലാവരും പേടിച്ചു മാറുമ്പോൾ നിങ്ങൾ മാത്രം എന്തുകൊണ്ട് ധൈര്യത്തോടെ കൈ തൊടുന്നു? ഉടമന്നെ ജോൺ ജി ലേക്ക് പറഞ്ഞു, എന്റെ കയ്യിൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ ജീവനാണ്. ആ രോഗാണുക്കൾ തന്റെ കയ്യിലേക്ക് പ്രത്യേക ഉപകരണങ്ങൾ വെച്ച് അത് ദൃശ്യമായി കാണത്തക്കവണ്ണം ഇട്ടപ്പോൾ ആ രോഗാണുക്കൾ തന്റെ കൈക്കകത്തിരുന്ന് പിടഞ്ഞു മരിക്കുന്നത്, പിടഞ്ഞു ചാകുന്നത് വൈദ്യശാസ്ത്രം സ്കാൻ ചെയ്തെടുത്തു, അല്ലെങ്കിൽ അവരത് ഒപ്പിയെടുത്തു. കേൾക്കുമ്പോഴോ നിങ്ങൾ? നമ്മിൽ ഈ ശക്തി തുറക്കുന്ന ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷെ കുഴപ്പം എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല? ഒരൊറ്റ കാര്യമാണ് അവനെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ആത്മാവാണ്. ഇനി അതിന് ദൈവം ചെയ്യുന്നത് എഗസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വന്നേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കറണ്ട് വന്നപ്പോൾ ഇതിൻ്റെ മൈക്കൊന്ന് സിസ്റ്റം ഒന്ന് മാറ്റിയിട്ടു. ഓക്കെ, ഈ മുറിയിലെ ഫാൻ കറങ്ങുന്നില്ല, ഭയങ്കര ചൂട്. ഓക്കെ മോളെ, ചെറിയ ഫാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞ പിള്ളേരോട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രധാനമായൊരു ഭാഗം പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ അകത്ത് നമ്മിലൊരു കല്ലായ ഹൃദയമുണ്ട്. ഈ ഹൃദയം ഇരിക്കുന്നിടത്തോളം കാലം നമ്മിൽ നിന്ന് ഈ ജീവൻ പുറത്തേക്ക് ഒഴുകുകയില്ല. മോളെ വാക്യം ഒന്നുകൂടെ എടുത്ത് എഗസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ, ഭയങ്കര ചൂട് ഇതിനകത്ത്. എഗസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം.
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്ക് എന്ത് വരും? പുതിയ ഒരു പറ മോളെ, ആ വാക്യം ആരെങ്കിലും ഒരാളെ ഒന്ന് ഏറ്റു പറഞ്ഞു. പുതിയൊരു, ഞാനിത് മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാ. ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും. അപ്പൊ പുതിയ ഹൃദയം ഉണ്ടായാലല്ലേ നമുക്ക് അവനെ പോലെ ജീവിക്കാൻ പറ്റുള്ളൂ. അടുത്ത വായിക്കോട്ടെ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അടുത്ത വാക്ക് വായിച്ചേ. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അടുത്ത ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എങ്ങനെ? ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം നൽകി ഞാൻ നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്റെ ചട്ടങ്ങളിൽ ഞാൻ നിങ്ങളെ നടക്കുമാറാക്കും. അപ്പൊ ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുമ്പോഴല്ലേ? ആണോ? ആരിലുമുണ്ട്? അപ്പൊ ആദ്യം സംഭവിക്കേണ്ടത് നമ്മുടെ ഹൃദയം മാറുകയല്ലേ? അപ്പൊ ബൈബിൾ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് എന്തൊക്കെയുണ്ട്? നമുക്ക് കുറച്ച് വാക്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രി കാണാൻ പോവുകയാണ്. ഈ വാക്യങ്ങൾ നിങ്ങൾ എല്ലാവരും വായിക്കണം. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് എപ്പോഴും കുറേ റെവലേഷനാണ് പറയാറ്. ഇനി പറയാൻ പോകുന്നവ ഇന്ന് രാത്രി പറയാൻ പോകുന്ന കുറേ വാക്യങ്ങളാണ്. പറ്റാവുന്നിടത്തോളം വാക്യം ഇന്ന് രാത്രി പറയും. ബാക്കി വാക്യങ്ങൾ പറയും. നിങ്ങളത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എഴുതിയെടുത്ത് വായിക്കണം കേട്ടോ. ഏറ്റവും അധികം വാക്യം പറയുന്ന ക്ലാസ്സായി മാറാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്. എബ്രായ ലേഖനം 10:22. എബ്രായർ 10:22 എടുത്ത്. എബ്രായ ലേഖനം 10:22 എടുത്ത്. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമാർത്ഥ ഹൃദയം. അപ്പം നമ്മുടെ ഹൃദയം പരമാർത്ഥ ഹൃദയം അല്ലായിരുന്നു പണ്ട്. അപ്പൊ നിങ്ങളുടെ ഹൃദയം ദൈവം മാറ്റിയാൽ നിങ്ങളുടെ ഹൃദയം പരമാർത്ഥ ഹൃദയമായി മാറും. അപ്പൊ ന്യൂ കവനന്റിന്റെ വാക്തത്വമായ പുതിയ ഹൃദയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ എന്നറിയുന്നത് നിങ്ങളുടെ ഹൃദയം മാറിയോ എന്നറിയുമ്പോഴാണ്. ന്യൂ കവനന്റിനകത്ത് ഇത് ദൈവം നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്തത്വമാണ്. വിൽപ്പത്രത്തിനകത്ത് ഇത് നൽകിയിരിക്കുന്ന അവകാശമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കവനന്റ് നിങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി ഇത് നിങ്ങളിൽ ആക്റ്റീവ് ആകും. നിങ്ങൾ പരമാർത്ഥ ഹൃദയമുള്ളവരായി മാറും. കാപട്യ ഹൃദയം അത് ആദാമിൽ നിന്ന് വന്നതാണ്. ആത്മാവ് നിങ്ങൾക്കൊരു പരമാർത്ഥ ഹൃദയം തരാൻ ഇഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി മോളെ ആ വാക്യം ഒന്നുകൂടെ വായിച്ച. വാക്യത്തിന്റെ അവിടെ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയം അവിടെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം. 22 വാക്യം. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുക. അത് രാത്രി കുളിച്ച വെള്ളത്തിന്റെ കാര്യമല്ല, പത്യമായ ദൈവത്തിന്റെ വചനത്താൽ. അപ്പൊ ശുദ്ധവെള്ളത്താൽ, പരിശുദ്ധമായ വചനത്താൽ, നിർമ്മല ജലത്താൽ അത് നിങ്ങളുടെ മേൽ തളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഹൃദയവും ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു പുതിയ ഹൃദയം ദൈവം തരികയാണ്. പല ആഗ്രഹങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകാം, പല നിലവാരത്തിൽ നിങ്ങളുടെ ഹൃദയം ചലിക്കാം. പക്ഷെ ശുദ്ധവെള്ളമായ ദൈവത്തിന്റെ വചനം അത് നിങ്ങൾക്ക് ലഭ്യമാകാനിരിക്കുന്ന വാക്തത്വങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമല്ല, കൃത്യമായി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ നിങ്ങൾ സമയമെടുത്ത് കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയം ദൈവാത്മാവിന് പുതിയ ഹൃദയമാക്കി മാറ്റും. അപ്പം ദുഷിച്ച മനസാക്ഷിയെ
എടുത്തു മാറ്റി ഹൃദയത്തെ ദൈവം കഴുകും. 1 യോഹന്നാൻ 3:20 വാക്യങ്ങൾ ഇച്ചിരി അധികം വായിക്കാനുണ്ട്. എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർ എഴുതിയെടുത്തു. നിങ്ങളുടെ ഹൃദയം ദൈവാത്മാവ് ഇങ്ങനെ മാറ്റുമെന്നത് പുതിയ ഉടമ്പടിയുടെ വാക്തത്വമാണ്. ദുർമനസാക്ഷി കഴുകും, ദുർമനസാക്ഷി മാറിപ്പോകും, ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അവൻ കഴുകും. 1 യോഹന്നാൻ 3:20 പെട്ടെന്ന്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സംഭവങ്ങൾ ചിലപ്പോൾ സംഭവിക്കുമ്പോൾ ഹൃദയം ഹൃദയം എന്താ? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമല്ലേ ഹൃദയം? ആണോ? അവിടെയല്ലേ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചത്? അപ്പൊ ഹൃദയം കുറ്റവിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സംഭവിക്കരുതെന്ന് വിചാരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യും? നിങ്ങളെ കുറ്റം വിധിക്കും. അപ്പൊ ഇപ്പോഴുള്ള ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു പുതിയ ഹൃദയം വരുമ്പോൾ ആ ഹൃദയം നിങ്ങളെ അവന്റെ ജീവൻ തുറക്കുന്ന തുറവിയുടെ വാതിലായി മാറി നിങ്ങളെ അവനെ പോലെ മടക്കാൻ ആ ജീവൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ കുറ്റം വിധിക്കുന്ന ഹൃദയം, പരമാർത്ഥതയില്ലാത്ത ഹൃദയം, ഇത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവം നിങ്ങൾക്ക് ഈ ഹൃദയം അങ്ങ് എടുത്തു മാറ്റി മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന സമൂഹ ജീവിയായി ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെ ദൈവം തിരിക്കാൻ തുടങ്ങും. ഇതൊരു പുതിയ ഹൃദയത്തിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഭയങ്കര മാറ്റം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പം ആരോടും വിഷമമില്ലാത്ത, ആരോടും പകയില്ലാത്ത ഒരു സമയം നിങ്ങളുടെ അകത്തുണ്ടാകാറുണ്ടോ? ഉണ്ടോ? ആർക്കറിയാം. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന കംഫർട്ടറാണ്, ഹെൽപ്പറാണ്, അഡ്വക്കറ്റാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് വക്കീലാണ്, ദൈവത്തിന്റെ ആത്മാവ് ഹെൽപ്പറാണ്, ദൈവത്തിന്റെ ആത്മാവ് സഹായകനാണ്, കംഫർട്ടറാണ്. എന്തിന്? നിങ്ങളെ പിതാവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ. അതുകൊണ്ട് കരുതപ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. ഞാൻ പോകുക, ഞാൻ പോയ സ്ഥലം ഒരുക്കിയ ശേഷം പിന്നെ വരാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി കൈവിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയച്ചു വരാം. ആ കാര്യസ്ഥൻ വന്നാൽ നിങ്ങളെ അവൻ കഴുകി ശുദ്ധീകരിക്കും. ഒരു വാക്യമുണ്ട്, തീത്തോസ് ലേഖനം, ഇച്ചിരി ശുദ്ധീകരണം പറയുകയാണേ. സാരമില്ല, പ്രാർത്ഥനയോടെ ഒന്ന് കേൾക്കണം. ആർക്കോ ഇഷ്ടപ്പെടാതെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. സാരമില്ല, എനിക്കറിയാം, അത് പ്രശ്നമില്ല, കുഴപ്പമില്ല. ദൈവാത്മാവ് നമ്മളൊക്കെ സഹായിക്കട്ടെ. ഒന്ന് തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ച്. 5-ാം വാക്യം. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല, തന്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. അടുത്ത വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുന്നവനാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധിയായി ചൊരിഞ്ഞത്. ആ പരിശുദ്ധാത്മാവിനാൽ നീതികർമ്മങ്ങളാലല്ല, അവിടുത്തെ കരുണയാൽ, പുതിയ ജന്മം നൽകുന്ന ശുദ്ധീകരണത്താൽ, പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണത്താൽ. അപ്പൊ നമ്മുടെ അകത്തൊരു ഭയങ്കര പ്രോസസ് നടക്കാനുണ്ട്. ഈ പ്രോസസ് എങ്ങനെയാണ് നടക്കാൻ തുടങ്ങുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. യോഹന്നാന്റെ കാലഘട്ടം വരെ നടന്നത് വെള്ളത്താലുള്ള സ്നാനമാണ്. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. എന്താ വെള്ളത്താലുള്ള സ്നാനത്തിന്റെ പ്രത്യേകത? വെള്ളത്താലുള്ള സ്നാനത്തിന്റെ പ്രത്യേകത പാപങ്ങൾ ഏറ്റുപറഞ്ഞ്
വെള്ളത്തിൽ പോയി മാനസാന്തരപ്പെട്ട് മുങ്ങുകയാണ്, പഴയ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ എന്താണ് വീണ്ടും ജനനത്തിന്റെ പ്രത്യേകത? വീണ്ടും ജനനം പഴയ ജീവിതം അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീവനെ സ്വീകരിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ ആത്മാവിനെ സ്വീകരിച്ച് അവനെ റിസീവ് ചെയ്ത് അവനാൽ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. ആരെങ്കിലും ഒരാള് ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞേ, യോഹന്നാന്റെ സ്നാനവും പുനർജനന സ്നാനവും നമ്മൾ വ്യത്യാസം പറഞ്ഞേ, വീണ്ടും ജനനം നമ്മൾ വ്യത്യാസം പറഞ്ഞേ. കൃപ ആർക്കും ഇത് കത്തുന്നില്ല. മനസ്സിലാകാഞ്ഞിട്ടാണോ? യോഹന്നാന്റെ വെള്ളത്തിലുള്ള സ്നാനം, മറ്റേത് അവിടെ നിൽക്കരുത്. വെള്ളത്താലുള്ള സ്നാനത്തിൽ എന്താ നടന്നത്? മാനസാന്തരം നടന്നു, അവരെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു. പക്ഷെ എന്താ ആരംഭിച്ചിട്ടില്ല? ഒരു പുതിയ ജീവിതം ആരംഭിച്ചിട്ടില്ല. പിന്നെയും അവർ ജീവിക്കാൻ പോകുന്നത് ഈ ലോകത്ത് തന്നെയാണ്. പിന്നെയും അവർ പാപങ്ങളുടെ മടിയിൽ പാപം ചെയ്ത് ജീവിക്കാൻ പോവുകയാണ്. അവരെ പാപത്തെ ജയിക്കുവാൻ അവർക്ക് കരുത്ത് നൽകുന്നൊരു ജീവൻ അവരകത്തില്ല. എന്നാൽ നമ്മുടെ പ്രത്യേകത അതല്ല. നമ്മൾ മാനസാന്തരപ്പെട്ട് അവനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ മാനസാന്തരം മാത്രമല്ല, അവന്റെ ജീവൻ തുറക്കുകയാണ്. ഇനി നമ്മൾ ജീവിക്കുന്നത് അവന്റെ ജീവനാലാണ്. ആ ജീവനിലൂടെ അവന്റെ ഹൃദയം നമ്മുടെ അകത്ത് പകരുക, അവന്റെ മനസ്സ് നമ്മുടെ അകത്ത് പകരുക. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നാമോ ഇനി കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നതൊരു വാക്യമുണ്ട്. അറിയോ എവിടെയാന്ന്? കൃപ നമുക്ക് മറ്റേ ഫിലിപ്പിന്റെ കൈസരിയിലേക്കും മറുരൂപമലയിലേക്കും പോകാം. ഈ ഉപരിമണ്ഡലത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്, കാണത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ മാറ്റത്താലാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്കൊരു ധാർമ്മിക ബോധമുണ്ട്, ഒരു ധർമ്മബോധമുണ്ട്, വിവേചന ശക്തിയുണ്ട്. നിങ്ങളുടെ ഈ വിവേചന, നിങ്ങൾ പറഞ്ഞില്ലേ ചില, ഞാൻ അവളോട് മിണ്ടില്ല, ഞാൻ ആ കാര്യം തീരുമാനിച്ചതാ, ഇത് തന്നെ. ഇതാണ് ഈ ധാർമ്മിക ബോധം. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവമാണത്. അത് യേശുവിന്റെ സ്വഭാവമല്ല. നിങ്ങളുടെ സ്വഭാവത്തിന് ഞാൻ ആരാന്നറിയാമോ? നീ ആരാ? നിങ്ങൾ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങളുടെ കഴിവിലൂന്നിയിട്ടുള്ള, നിങ്ങളുടെ ധാർമ്മിക ബോധത്തിലൂന്നിയിട്ടുള്ള നിങ്ങളുടെ അവകാശവാദങ്ങൾ ക്രിസ്തു നിങ്ങളിൽ വളരുമ്പോൾ ഇല്ലാതാകും. അവിടെയാണ് ഹൃദയത്തിന് മാറ്റം വരുന്നത്. കർത്താവേ കൃപ. ഞാൻ 1-2 വായിക്കും, മനസ്സിലാവും. മത്തായി 9:4 വന്നേ. മത്തായി 9:4 വന്നേ. മത്തായിയുടെ സുവിശേഷം നാമോ കർത്താവിന്റെ മനസ്സുള്ളവരാണെന്നുള്ള വാക്യം 2 കൊരിന്ത്യർ ലേഖനം 2:16 ആകാൻ സാധ്യതയുണ്ട്. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? അപ്പൊ ഹൃദയത്തിൽ എന്ത് നിരൂപിക്കുന്നുണ്ട്? നിങ്ങൾക്ക് വ്യക്തികളെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കാറുണ്ടോ? ആ നിരൂപിക്കുന്ന നിരൂപണം നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ? ഇതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മരിച്ചവരെ ഉയർക്കാത്തെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. കല്ലറകൾ തുറക്കുന്ന ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണം മാറിയിട്ടില്ല. ഈ നിരൂപണം ഹൃദയത്തിലും മനസ്സിലേക്ക് വരുന്നു. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ചേ. കുറച്ച് വാക്യം ഓടിച്ചു വായിക്കാണ് കേട്ടോ, ഇതൊന്നും മനസ്സിലാക്കാനാണ്, പേടിക്കണ്ട. മർക്കോസ് സുവിശേഷം 2 ഹൃദയവും മനസ്സും കൂടെ മനസ്സിലാക്കാനാണ്. അവിടെ പല ശാസ്ത്രിമാർ ഇരുന്നു, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഹൃദയത്തിൽ ചിന്തിക്കാൻ പറ്റും. മൈൻഡും ഹൃദയവും തമ്മിൽ ബന്ധമുണ്ടോ? ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ഹൃദയവും മൈൻഡും തമ്മിൽ ബന്ധമുണ്ടോന്ന്? അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലൂക്കോസ് 1:51. പെട്ടെന്ന് എടുത്ത് വായിക്കേ. ഇന്ന് വാക്യം ഇച്ചിരി വായിച്ചു തരണം.
അടുത്ത ക്ലാസ് തൊട്ട് പ്രശ്നമില്ല. പൂജ്യം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. എന്താ ഹൃദയ വിചാരം? അപ്പൊ വിചാരം ഹൃദയത്തിലുണ്ടോ? അപ്പൊ വിചാരം ഹൃദയത്തിലുമുണ്ട്, മനസ്സിലുമുണ്ട്. ഹൃദയത്തിലെ വിചാരം എന്താണ്? നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ആ തീരുമാനിച്ച എവിടെയാണ്? നിങ്ങളൊരു കാര്യം തീരുമാനിച്ച ഹൃദയത്തിലല്ലേ? അപ്പൊ ആ കാര്യം വേണോ വേണ്ടേ, വേണോ വേണ്ടേ, വേണോ വേണ്ടേ? ഹൃദയത്തിനകത്തുള്ള വിചാരങ്ങൾ ശരിയാണോ തെറ്റാണോ? കല്യാണം കഴിഞ്ഞ 50 വർഷമായിട്ട് ഇപ്പോഴും വിചാരിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അത് കഴിക്കണമായിരുന്നോ എന്ന്. ഇപ്പോഴും പോയിട്ടില്ല. ഇങ്ങനെ തന്നെ ആയിരുന്നോ കഴിക്കേണ്ടിയിരുന്നത്, അത് വേറെ വല്ലവരും ആയിരുന്നോ? ആ വിചാരം എവിടെയാണ്? ആ വിചാരം ഇത് നിങ്ങളുടെ മുഖം ഒന്ന് ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ ആക്റ്റീവായി. വേർഡ് പറഞ്ഞ ഒരാൾക്കൊരു എന്താ പറയുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, അപ്പം നമ്മുടെ ചിന്ത എന്താ? മനസ്സിനകത്ത് മാത്രമാണ് വിചാരം എന്നല്ലേ? അപ്പം മനസ്സിനകത്ത് ചിന്തയുണ്ട്, ഹൃദയത്തിനകത്ത് വിചാരമുണ്ട്, ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി പഠനം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഇച്ചിരി അറിവുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ഇച്ചിരി പണം ഉണ്ടാകുമ്പോൾ, കഴിവുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നില്ലേ? അത് ഹൃദയത്തിന്റെ അഹങ്കാരമല്ലേ? ആവോ, ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ട്, ഹൃദയത്തിനകത്ത് വിചാരമുണ്ട്. വാക്യങ്ങളെല്ലാം കൂടെ വായിക്കാൻ പോയ സമയം തീരുകയല്ല. ലൂക്കോസ് 24:38, മത്തായി 13:15. വേണ്ടവർ എഴുതി വെച്ചോ, ഇങ്ങനെയൊക്കെ ഉണ്ട് വാക്യങ്ങൾ. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം. അപ്പൊ ഹൃദയത്തിൽ എന്തുണ്ട്? സംശയമുണ്ട്. ഇനി ഹൃദയത്തിൽ എന്തുകൊണ്ട്? എബ്രായ ലേഖനം 4:12. ആരെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചോന്നേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും. അപ്പൊ ഹൃദയത്തിനകത്ത് ചിന്തയുണ്ടോ? ഹൃദയത്തിനകത്ത് ഭാവമുണ്ടോ? ചിലർ കണ്ടിട്ടില്ലേ പുസ്തകത്തിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ ഭാവങ്ങൾ. ഈ ഭാവത്തിലുള്ള ആളെ വേണം എനിക്ക് കിട്ടാനെന്ന്. ഭാവം എവിടെയുണ്ട്? പറയുന്നേ, ഇത് മനസ്സിലാകാൻ വേണ്ടി പറയാ. അപ്പൊ ഹൃദയത്തിനകത്ത് ചിന്തകളുണ്ട്, ഹൃദയത്തിനകത്ത് ഭാവങ്ങളുണ്ട്, ഹൃദയത്തിനകത്ത് സംശയമുണ്ട്, ഹൃദയത്തിനകത്ത് അഹങ്കാരമുണ്ട്, ഹൃദയത്തിനകത്ത് നിരൂപണമുണ്ട്. തമ്പുരാൻ പറഞ്ഞു, ഇനി ഇത് ശരിയാക്കാൻ പറ്റില്ല, ഞാനൊരു പുതിയ ഹൃദയം തരാം. നമ്മൾ ഇതിനെ ശരിയാക്കുന്നു. കർത്താവേ, ഇത് ഞാനീ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഈ സാധനത്തെ ശരിയാക്കി എനിക്കൊരു ഗരുഡ വണ്ടി ഉണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിയ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. എൻ്റെ കർത്താവേ, ആ വണ്ടി മേടിച്ചതിനൊക്കെ പൈസ ഞാനത് ചെലവാക്കി തീർത്തു. എൻ്റെ അനുജൻ റെജി ആയിരുന്നത് ഓടിച്ചിരുന്നത്. ഇത് വണ്ടി ഡീസൽ വണ്ടിയാണെന്ന് പറഞ്ഞ് മേടിച്ചതാ. ആ വണ്ടി പണിയാൻ ഉപയോഗിച്ച പൈസ ഉണ്ടായിരുന്നു. 2-3 വണ്ടി വേറെ മേടിക്കാമായിരുന്നു. ആ വണ്ടി വിൽക്കുന്നത് വരെ പണിയായിരുന്നു. ഇതുപോലെ ചിലര് മരിക്കുന്നവരെ പണിതുകൊണ്ടിരിക്കുക. ഇത് പണിതാ ശരിയാവുകയില്ല. ഹലോ, നിങ്ങളുടെ ഹൃദയം പണിതാ ശരി. ഞാനിത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പൊ ഈ ഹൃദയത്തിലാണ് നിങ്ങൾ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. ലൂക്കോസ് 2:19 വായിച്ച. ലൂക്കോസ് 2:19. കർത്താവേ, ഇതൊന്നും ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ. ഇവരാരും ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നവരെ പോലെ ഇരിക്കുന്നില്ല. ഇത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ലൂക്കോസ് 2:19. അപ്പൊ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് നിങ്ങൾ ചിലരെ കണ്ട മിണ്ടാത്തെ. ഇതുകൊണ്ടാണ് നിങ്ങൾ ചിലരെ കണ്ട ഫോൺ വിളിക്കാത്തെ. ഹലോ, നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ ബന്ധത്തിൽ പല കാര്യങ്ങൾ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. വീട്ടിൽ വന്ന് കയറി അന്ന് അമ്മായിമ്മ പറഞ്ഞു ഇപ്പോഴും അകത്തുണ്ട്. സംഗ്രഹിച്ചു വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ എന്താ അഭിനയിക്കാൻ പോവുക? ദൈവസ്നേഹം അഭിനയിക്കാൻ പോവുക. ഹലോ, ദൈവം സ്നേഹം തന്നെ. എന്നാലും അമ്മായിമ്മ അന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അപ്പൊ അമ്മായിമ്മ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത്, ഹലോ, ഇതെല്ലാം അവിടെ സംഗ്രഹിച്ചു വെച്ചേക്കുക. പറയുന്നു. എന്റെ അധ്യാപകനായ ബാബുചെറിയാൻ ഭാഷ ക്ലാസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. 20 വർഷം കൊണ്ട് നോക്കിയ ആഡ് ചെയ്ത ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് പോകാനായിട്ട് ഒരു ബട്ടൺ ഞെക്കിയാൽ മതി, അത് ഡിലേറ്റ് ആയി.
രണ്ടാമതൊരു ബട്ടൺ കൂടെ ഞെക്കണം. അതപ്പോ ഈ എന്താ എന്ത് പിന്നെ അത് ഒരു സാധനം ഇല്ലേ, റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കും. രണ്ടാമതൊരു ബട്ടൺ അവിടെയും കൂടെ പോയി ഞെക്കിയാൽ 2 ഞെക്കല് കൊണ്ട് ഈ സാധനം ഫുള്ളായിട്ട് പോകും. പക്ഷെ ബാബുചര്യം പാസ് പറഞ്ഞു 20 വർഷം കൊണ്ട് കയറിയത് 2 ഞെക്കല് കൊണ്ട് കമ്പ്യൂട്ടറിൽ നിന്ന് പോകും. പക്ഷെ ഒരൊറ്റ ഞെക്കല് കൊണ്ട് അകത്ത് കയറിയത് 20 വർഷം കഴിഞ്ഞാലും വിശ്വാസിയുടെ അകത്തുനിന്ന് പോവുകയല്ല. എങ്ങനെ ജീവൻ തുറക്കും പറ? എങ്ങനെ ജീവൻ? തമ്പുരാൻ പറഞ്ഞു ഇതിനെ പണിയാൻ പറ്റുകയില്ല, ഇതിനെ പണിയാൻ പറ്റുകയില്ല. ഇത് അപ്പൊ ഇനി 2 കാര്യം മനസ്സിലായി. 1 ഹൃദയം, കോൺഷ്യസ് മൈൻഡ്. 2 നിങ്ങളുടെ ചിന്തകൾ. ആ ചിന്തക്കകത്ത് മൈൻഡിനകത്തുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ. ഇനി നിങ്ങളുടെ തീരുമാനങ്ങൾ എവിടെയാ? നിങ്ങളുടെ വില്ല് എവിടെയാണ്? ഹൃദയത്തിലല്ലേ നിങ്ങളുടെ വില്ല്? ഹൃദയത്തിലല്ലേ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്? 2 കൊരിന്ത്യർ 9:7 പെട്ടെന്ന് വായിച്ചോ. 2 കൊരിന്ത്യർ 9:7. മറ്റൊരാൾ റോമാലേഖനം 6:17. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അപ്പൊ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ. അതല്ലേ ചിലർ എത്ര ഞാൻ പറഞ്ഞാലും വീഡിയോ ഓൺ ചെയ്യില്ല. നിശ്ചയിച്ചതുപോലെ ഇരിക്കുകയാണ് അവര്. ഇത് ചെറിയൊരു കുത്തുന്നതാണ്. ഇത്രയും പേര് നിശ്ചയിച്ചതുപോലെ. അപ്പൊ ഹൃദയത്തിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെയേ ചെയ്യൂ, ഞാൻ അങ്ങനെയേ പോകൂ, ഞാൻ അങ്ങേരോടെ മിണ്ടു. ഹലോ, ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് സംസാരിക്കാനല്ലാത്തവർ ഓഡിയോ ഓൺ ചെയ്യരുത്. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ മാത്രമേ ഓഡിയോ ഓൺ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഈ പറയണത് മുഴുവൻ നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുക. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ നേരമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എത്ര മണിക്കൂർ കളയണമെന്നറിയാവോ? ഓക്കെ. അപ്പം നിങ്ങളുടെ ആരുടെ ഒരാളുടെ മൈക്ക് ഓൺ ആകുന്നുണ്ട്. അത് ഈ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നൊരു ഓഡിയോ ഓൺ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ദൈവസ്നേഹം ഒരു പരിധി വരെയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് പോവുക. എല്ലാവരും പണിയപ്പെടട്ടെ. എല്ലാവരും പണ്ടെനിക്ക് ദേഷ്യം വന്ന് ഞാൻ പുറത്താക്കിയിട്ടുണ്ട് ആരംഭകാലത്തൊക്കെ കേട്ടോ. വെറുതെ അടുക്കള വർത്താനം പറഞ്ഞ അച്ചാച്ചൻ്റെ അമ്മാമ്മയും കൂടെ വഴക്കുണ്ടാക്കുന്നതൊക്കെ ഈ ഞങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുക. അതും ചില കുശുമ്പൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഓഡിയോ അവർ അറിഞ്ഞിട്ടില്ല, ഓഡിയോ ഓൺ ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്ന സാരാംശം, അപ്പം ഹൃദയത്തിനകത്ത് നിശ്ചയിക്കുക. അപ്പം ഈ കല്ലായുള്ള ഹൃദയത്തിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന മൊത്തം കല്ലായിട്ടായിരിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ കല്ലായുള്ള ഹൃദയം. അപ്പൊ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ചില തീരുമാനങ്ങൾ ദൈവഹിതമല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ ആത്മാവിൽ വന്ന ജീവൻ തുറക്കാതെ? അപ്പൊ നിങ്ങളുടെ സ്വയം ഇതിന്റെ ഇടയിൽ കയറി കളിക്കുന്നു. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പേന, ഇത് എനിക്ക് നമ്മുടെ സാബ് ബ്രദർ തന്ന പേനയാണ്. ഈ പേന, ഇതിൻ്റെ ഒരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പ് ഊരാതെ ഈ സാധനം കൊണ്ട് എഴുതാൻ പറ്റുകയില്ല. ഞാൻ മേശപ്പുറത്ത് കൊണ്ട് വെച്ചേക്ക. ക്യാപ്പ് ഊരിയിട്ടുമില്ല, മഷി ഒഴിച്ചിട്ടുമില്ല. അപ്പൊ ക്യാപ്പ് ഊരി ഇവരകത്ത് മഷി ഒഴിച്ചാൽ ഇത് മനോഹരമായ പേനയാണ്. ഇതുപോലെ നിങ്ങളുടെ അകത്തേക്ക് ദൈവവചനം, നിർമ്മലമായ വചനം, ന്യൂ കവനന്റിന്റെ വെളിപ്പാട്, വിൽപത്രത്തിന്റെ വെളിപ്പാട്, നിങ്ങളുടെ കർത്താവ് ഇപ്പോൾ എക്സിക്യൂട്ടറായി ഇപ്പോൾ വിശേഷമേറിയ ശുശ്രൂഷ ചെയ്യുകയാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് തുറന്നാൽ നിങ്ങളുടെ അകത്ത് അടഞ്ഞു കിടക്കുന്ന ആ മൂടുപടം മാറിപ്പോയി. നിങ്ങളുടെ അകത്തുള്ള ആത്മ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ ഹൃദയം എടുത്തു മാറ്റി നിങ്ങളുടെ ശരീരത്തിലേക്ക് അവന്റെ ജീവൻ പകർന്ന് നിങ്ങളെ അവനെ പോലെയാക്കുന്നവനാണ്. ഒരാമേനൊന്ന് കരുത്തോടെ പറഞ്ഞു യേശുവിന് അതവൻ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഇന്ന് ഞാൻ അരുൺ ബ്രദറിന്റെ പിതാവിനെ കാണാൻ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ താഴെ വന്നിരുന്നത് 1 മണിക്കൂർ നേരത്തോളം സംസാരിച്ചു. അപ്പൊ അരുൺ ബ്രദർ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ഭയങ്കരമായിട്ട് സ്പർശനമുണ്ടാക്കുന്നു. വിൽപത്രം എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പാസ്റ്റർ പറയുന്ന എല്ലാ കാര്യവും മനസ്സിലായിട്ടില്ലെങ്കിലും, എക്സിക്യൂട്ടർ ഇതൊന്നും എല്ലാം മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ ആമേൻ പറയും. ആമേൻ പറയുമ്പോൾ ഇത് എന്റേതായി മാറും. ഈ വിൽപത്രം നിങ്ങളുടെ കിട്ടിയപ്പോൾ നിങ്ങൾ അളന്നു നോക്കിയോ നിങ്ങളുടെ സ്ഥലം എത്രയുണ്ടെന്ന്? നിങ്ങൾ ആ വഴി കൂടെ മൊത്തം അളന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് എത്ര മരമുണ്ട്, എത്ര 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 പ്ലാവുണ്ട്, എത്ര മാവുണ്ട്, എത്ര തേക്കുണ്ട്, ഇതൊക്കെ പോയി എണ്ണി നോക്കിയിട്ടാണോ വിൽപത്രം എഴുതി മാറിയത്? എഴുതി മാറിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് സമയം കിട്ടുമ്പോൾ എണ്ണി നോക്കുക. അത് ഒരാൾ കൊണ്ടുപോകില്ല. അതിനകത്ത് വീട്ടിലുണ്ട്, അതിനകത്ത് തേക്കുണ്ട്, പ്ലാവ്. ഞാൻ മനസ്സിലാകാവുന്ന രീതി പറയുക.
ഇത് ഇങ്ങനൊരു വിൽപത്രം ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു കവനന്റ് ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു കൈമാറ്റം ഉണ്ടെങ്കിൽ, ഒരു പുതിയ ഹൃദയം തരുമെങ്കിൽ ഇന്ന് രാത്രി അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഇത് ഉടമ്പടിയിലെ വാഗ്ദത്തമാണ്. എന്റെ ഹൃദയം അവൻ മാറ്റുന്നവനാണ്. അതിന് ചിലരുണ്ടല്ലോ ഈ പഴയത് മാറ്റുകയില്ല. ചില വീട്ടിൽ നിങ്ങൾ പോയാൽ അവരുടെ വീട്ടിൽ ആദ്യത്തെ സാധനം വരെ ഇപ്പോഴും ഉണ്ട്. അവര് പറയുന്നത് പഴയതൊന്നും എന്ത് ചെയ്യാൻ പറ്റിയല്ല, കളയാൻ പറ്റില്ല. അങ്ങനെ പഴയ ഹൃദയം കളയാത്തവരുണ്ട്, അവർ പെട്ടു. ബാക്കി എന്ത് സാധനം എടുത്തു വെച്ചാലും ഉപയോഗമുണ്ട്. പഴയ ഹൃദയം എടുത്തു വെക്കരുത്, അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, അത് നിന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഉടമ്പടിയുടെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയാൻ, കർത്താവേ ഞങ്ങൾക്ക് പുതിയ ഹൃദയം തരണമേ, ഞങ്ങൾക്ക് പുതിയ ഹൃദയം വരണമേ, ഞങ്ങൾക്ക് പുതിയ ഹൃദയം വരണമേ, പുതിയ ഹൃദയം വരണമേ. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ഞാൻ എല്ലാ വാക്യം വായിക്കുന്നില്ല, വാക്യം ഞാൻ പറഞ്ഞു വിടാം, എഴുതേണ്ടവർ എഴുതിക്കോ. പ്രവൃത്തിയുടെ പുസ്തകം 11:22. പ്രവൃത്തിയുടെ പുസ്തകം 11:22. 11 chapter 11 verse 22. റോമർ 6:17. 2 കൊരിന്ത്യർ 9:7. എബ്രായർ 4:12. ഹൃദയത്തിനകത്ത് തീരുമാനങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. ഹൃദയത്തിലാണ് നിങ്ങൾ അനുസരിക്കുന്നവ, നിങ്ങളുടെ തീരുമാനങ്ങൾ ഹൃദയത്തിലാണ്. അപ്പൊ ഈ കല്ലായുള്ള ഹൃദയം, ഈ ചിന്തകളുള്ള ഹൃദയം, ഈ ധർമ്മബോധമുള്ള ഹൃദയം, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലാണ് ഇമോഷനുകൾ ഇരിക്കുന്നവ. ഉൽപ്പത്തി പുസ്തകം 45:26. മലയാളത്തിൽ അതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉൽപ്പത്തി 45:26 മലയാളത്തിൽ അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവനോട് യോസേഫ് ജീവനോട് ഇരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് എന്താ? നിന്റെ മൈക്ക് കട്ടായി പോയോ? വിശ്വസിച്ചതുമില്ല. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. ആരെങ്കിലും വേറെ ഏതെങ്കിലും പരിഭാഷയുണ്ടോ? ഇംഗ്ലീഷ് പരിഭാഷ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നേ? ഹൃദയത്തിൽ He did not believe them. അടുത്ത വായിച്ചു നോക്കിയേ. യാക്കോബ് സ്തംഭിച്ചു പോയെന്നൊരു വാക്യമില്ലേ? They told him Jacob was stunned. He did not believe them. ഏതാ വാക്യം? 45:26 അല്ലേ? They told him Joseph is still alive. In fact, he is ruler of all Egypt. Jacob was stunned. He did not believe them. ജേക്കബ്, ഈ പരിഭാഷ വായിക്കാൻ പറ്റുന്ന നോക്കിയേ. ഒരു മിനിറ്റ്. ഇത് NIV ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വായിക്കാൻ പറ്റുന്ന നോക്കിയേ. And told him, saying, Joseph is yet alive, and he is governor over all the land of Egypt. And Jacob's heart fainted. ഇത് കണ്ടോ? ഇത് മലയാളത്തിലില്ല. യാക്കോബ് സ്തംഭിച്ചു പോയെന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുക. യാക്കോബിന്റെ ഹൃദയം എന്ത് ചെയ്തു? ബോധക്ഷയം വന്നെന്ന്. ഫെയിന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബോധം കെട്ടുപോയെന്ന്. യാക്കോബിന്റെ ഹൃദയം സ്തംഭിച്ചു പോയി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ചിലത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്ന ആഘാതമുണ്ടോ? അപ്പൊ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ഹൃദയം ഇമോഷണൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ ശരീരത്തിന്റെ ഇമോഷണൽ മേഖലയുമായി ബന്ധമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാള് മാരകമായ രോഗം വരുമ്പോൾ ആ വ്യക്തിയോട് പറയണ്ടെന്ന് പറയുന്നേ? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അത് ഇച്ചിരി ലോലഹൃദയമുള്ള ആളുകൾ വീട്ടിൽ കാണുന്ന ഡെഡ് ബോഡി ഇരിക്കുന്നിടത്ത് വരെ എത്തുന്നത് വരെ ആ വ്യക്തിയോട് പറയണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സിനകത്ത് ഇത് കേൾക്കുമ്പോൾ, ഹൃദയത്തിനകത്ത് നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിന് അതിന്റെ പ്രതികരണം വെളിപ്പെടും. മനസ്സും ബോഡിയുമായിട്ട് ബന്ധമുണ്ട്. ഹലോ, അപ്പൊ നിങ്ങൾ യേശുവിനെ പോലെയാകുക എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മേഖലയ്ക്കും മാറ്റം വരണ്ടേ?
കർത്താവേ കൃപ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിനെ പോലെ ആകാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ലെന്ന്. പീലാത്തോസിന്റെ മുമ്പിലും ഹെരോദാവിന്റെ മുമ്പിലും സന്നദ്ധ സംഘത്തിന് മുമ്പിലും യഹൂദ പട്ടാളത്തിന് മുമ്പിലും നോക്കിയേ, റോമൻ പട്ടാളത്തിന് മുമ്പിലും എന്തിനേറെ കുറുക്ക എന്ന് വിളിക്കുന്ന ഹെരോദാവിന്റെ മുമ്പിലും നോക്കിയേ, ഒന്നിന്റെ മുമ്പിലും പതറാതെ പരീശന്മാരെയും ശാസ്ത്രിമാരെയും വെള്ളതേച്ച ശവക്കല്ലറുകൾ എന്ന് വിളിക്കാൻ ചുങ്കക്കാരോടും പ്രമാണിമാരോടും ചുങ്കക്കാരോടും പാപികളോടും ദൈവസ്നേഹത്തിന്റെ പ്രദർശനം വെളിപ്പെടുത്താൻ എന്റെ കർത്താവിന്റെ മനസ്സ്, എന്റെ കർത്താവിന്റെ ഹൃദയം അത്ര ആഴമുള്ളതായിരുന്നു. അപ്പം ഇനി നിങ്ങളുടെ ഹൃദയം പണിയാണോ നല്ലത്, കർത്താവ് ഒരു പുതിയ ഹൃദയം നൽകുകയാണോ നല്ലത്? മിണ്ടുന്നില്ല നിങ്ങള്. പുതിയത് കിട്ടുന്നതായിരിക്കും നല്ലത്. പുതിയത് കിട്ടും. ഇതിനെ പണിയാൻ പറ്റിയല്ല. ഈ പണിയാൻ പറ്റാതാകുന്ന സമയത്ത് നമ്മൾ വെട്ടാൻ വിട്ടു കൊടുക്കില്ലേ? പഴയ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ പഴയ വണ്ടികൾ അത് കണ്ടമാനം കാലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വണ്ടി നമ്മൾ ഇവിടെ ഈ എന്താ പറയുക, തൃശ്ശൂർ പട്ടാളമുണ്ട്, പട്ടാളം, ആ പട്ടാളത്തിൽ കൊണ്ട് വെട്ടാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ അന്ത്യകാല എന്താ പറയുക ഉണർവിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അകത്ത് ഈ വാക്യം ഇന്ന് രാത്രി ആഴമായി പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒന്ന് വായിച്ചോ, ഈ വാക്യം വായിച്ചോ, ഒന്ന് വായിച്ചോ ഈ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങൾക്ക് മാംസളമായൊരു ഹൃദയം തരും, സെൻസിറ്റീവായിട്ടൊരു ഹൃദയം തരും. കണ്ടോ? അതെപ്പോഴാണ് നടക്കുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം പളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും എടുത്തു മാറ്റി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. അപ്പോൾ എങ്ങനെയാ പുതിയ ഹൃദയം കിട്ടുന്നത്? പറഞ്ഞേ, എങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയ ഹൃദയം കിട്ടുന്നത്? നിങ്ങളെ നിർമ്മലീകരിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പുതിയ ഉടമ്പടിയുടെ വാക്തത്വമായ അവന്റെ ഹൃദയം നിങ്ങൾക്ക് തരികയല്ലേ? എന്റെ കർത്താവേ, നിങ്ങളുടെ അകത്തത് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ഹൃദയത്തിനകത്ത് നമ്മുടെ ശുശ്രൂഷ എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ശുശ്രൂഷ നമ്മൾ ഹൃദയത്തിനകത്ത് മനസ്സിനകത്ത് വന്ന നോക്കിയ ചില തെറ്റായ വാക്കുകൾ, തെറ്റായ ഇടപെടലുകൾ, നമ്മൾ ആ തെറ്റായ ഇടപെടലുകൾ തെറ്റായെന്ന് മനസ്സിലാക്കി നമ്മൾ അഭിക്ഷമ പോയിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു മാനസാന്തരത്തിന് തയ്യാറായി നമ്മൾ കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇനി നന്നായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ന് രാത്രി കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കണം. പുതിയ ഉടമ്പടിയിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും. പുതിയ ഉടമ്പടിയിൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാൻ തുറക്കും. എന്താ കർത്താവ് പറഞ്ഞത്? എൻ്റെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത്, ആ പദം ഒന്ന് അറിയാവുന്നവർ പറ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികളൊഴുകും. ഈ നദി ഒഴുകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഇമോഷനുകളെ ഇത് ബാധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാറില്ലേ? ഉണ്ടോന്ന്? പെട്ടെന്ന് സങ്കടം വരാറില്ലേ? ഇനി മൈക്കൊക്കെ ഒന്ന് ഓൺ ചെയ്ത് സംസാരിക്കണേ. നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരാറില്ലേ? ഞാൻ ഒറ്റയ്ക്കാന്ന് തോന്നിയിട്ടില്ലേ? ആരും തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ലെന്ന് തോന്നിയിട്ടില്ലേ? എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ലേ? കർത്താവേ, എന്നെ എന്തിനാണ് ജനിപ്പിച്ചതെന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അമ്മച്ചി അറിയാണ്ട് ഇപ്പത്തെ പിള്ളേർക്ക് അത് കൂടുതല്. നമ്മളൊക്കെ തീയിൽ കുരുത്തതാ. നമ്മൾ 5 വയസ്സ് ഉപയോഗിച്ചവരാണ്. നമ്മൾ കപ്പലണ്ടി മിഠായി തിന്നവരാണ്. നമ്മൾ കാട്ടിലേക്ക് മണിക്കൂറുകൾ, എല്ലാ ദിവസവും 3 മണിക്കൂർ കാട്ടിൽ പോയി വെട്ടി വിറക് കൊണ്ടുവന്നവരെ. ഇവർക്കിതൊന്നും അറിയാല. ഇവർക്ക് എന്താ കാണുന്നറിയാല. ഇവർക്ക് തലയിൽ ഒരു മുട്ടി കയറ്റിയാൽ ഒരു കൈക്കമ്പെടുത്തവരെ കൈ വിറയ്ക്കും. ഹലോ, കാണിച്ചു തരാം ഞാൻ. ഒരു കൈക്കമ്പെടുത്തവരെ കൈ വിറയ്ക്കും. ഇത് അങ്ങനെ വിറയ്ക്കുന്ന തലയല്ല. ഇതിനകത്ത് നല്ല ഒന്നാമത് മുട്ടി വെട്ടി ചുവന്ന് കൊണ്ടിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ അമ്മച്ചി? നമ്മൾ പണ്ടത്തെ ആൾക്കാരാ. അമ്മച്ചി എന്റെ കൂടെ ഉണ്ട്.
അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് വീര്യത്തിലുള്ള കാര്യമല്ലാണ്ട് ഞാൻ പറയുന്നത്. ഇന്നത്തെ തലമുറ ഭയങ്കര സെൻസിറ്റീവായി പോയി. അവര് ക്രിസ്തുവിന്റെ ജീവനാലുള്ള ഉറപ്പുള്ളവരല്ല. കഴിഞ്ഞൊരു തലമുറയ്ക്ക് വീര്യമുണ്ട്. ആ വീര്യമല്ല ഞാൻ പറഞ്ഞത് ക്രിസ്തു സ്വഭാവം. ആ വീര്യവുമല്ല ഇന്നത്തെ തലമുറ പ്രശ്നമല്ല. നമുക്ക് വേണ്ടത് ഒരു പുതിയ ഹൃദയമാണ്. ആ പുതിയ ഹൃദയം നിങ്ങളുടെ അധ്വാനത്താൽ അല്ല, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവന്റെ ജീവനാൽ നിങ്ങളുടെ അകത്ത് തുറന്നു വരുന്നതാണ്. ആ ജീവൻ തുറക്കുമ്പോൾ ഇതാ നമ്മൾ ഇന്ന് രാവിലെ ആദ്യം കേട്ട സാക്ഷ്യം. ആ ജീവൻ നിങ്ങളുടെ അകത്ത് തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിതാഭസ്മത്തെയല്ല, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഏത് മരിച്ചവർ എഴുന്നേൽക്കും. ഇന്ത്യ കാണും കേട്ടോ, ഇന്ത്യ കാണും. പ്രത്യേകിച്ച് തൃശ്ശൂർ കാണും. ഇവിടത്തെ മത സാംസ്കാരിക രാഷ്ട്രീയ മേവാക്കന്മാര് ഒക്കെ വല്ലാതെ അരോചകപ്പെടുത്തുന്ന നിലയിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടും. ഒരു നിയമങ്ങൾക്കും ഇവിടെ ദൈവസഭയെ തടുക്കാൻ പറ്റില്ല. ആമേൻ പറയാൻ പറ്റും. പറഞ്ഞു കർത്താവിന് ഇവിടത്തെ വടക്ക് നിന്ന് ഒരു വലിയ വാള് വന്ന് അഭിഷക്തന്മാരെ പട്ടിയെ പോലെ തല്ലിച്ചവച്ച് കേസുകളകത്ത് കുടുക്കി അവരെ കാരാഗ്രഹത്തിനകത്ത് അടച്ച് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയൂ, അവന്റെ സഭയിൽ അവന്റെ ജീവൻ തുറക്കാൻ പോവുകയാണ്. നീ ഒരു കൂട്ടം അഭിഷക്തന്മാരെ ജയിലിലിട്ട പട്ടിയെ പോലെ വഴിയിലിട്ട് തല്ലി നീ അവരെ കൊല്ലാൻ തുടങ്ങിയാൽ നിന്റെ ഭവനത്തിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്റെ ദൈവത്തിന്റെ സഭ അതവന്റെ മഹിമയോടെ പണിയാൻ പോവുകയാണ്. ആമേൻ പറ, ആമേൻ പറ. ഇത് പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തമാണ്. അപ്പൊ ഞാനിവിടെ 4 ഭാഗങ്ങൾ പറഞ്ഞു. 1 നിങ്ങളുടെ കോൺഷ്യസ്, 2 നിങ്ങളുടെ ചിന്തിക്കുന്ന മേഖല മൈൻഡ്, ധർമ്മബോധമെന്നോ അവബോധമെന്നൊക്കെ പറയാം, നിങ്ങളുടെ നിരൂപണങ്ങൾ, ചിന്ത. 3 നിങ്ങളുടെ തീരുമാനങ്ങൾ. 4 നിങ്ങളുടെ ഇമോഷനുകൾ. ഇവിടെയാണ് ലേഡീസിന് ഭയങ്കര മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഭയങ്കരമായി വളരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഭയങ്കരമായ ഏറ്റവും കൂടുതൽ ക്രിസ്തു സ്വഭാവത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വളരും. നിങ്ങളിൽ കൂടെ പ്രകൃത്യാതീതമായ ചലനമുണ്ടാകും. നിങ്ങൾ ഭയങ്കരമായി ഇന്റിമസി അനുഭവിക്കും കർത്താവിനോടുള്ളത്. അപ്പൊ ഈ 4 മേഖലകളിലേക്ക് കർത്താവിന്റെ ആത്മാവ് നിങ്ങളിൽ ജീവൻ തുറക്കും. ഞാൻ ഈ ഒറ്റ വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവെടുത്ത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവ ജലത്തിന്റെ നദികൾ ഒഴുകും. പറ ആമേൻ, ആമേൻ പറ. അപ്പം ഒഴുകാൻ തുടങ്ങുന്നത് ഒരു നദിയാണ്. പക്ഷെ ഒഴുകാൻ തുടങ്ങുമ്പോൾ 4 ശാഖയായി പിരിയുന്നു. ഇതല്ലേ ഏദൻ തോട്ടത്തിൽ നടന്നത്? ഏദൻ തോട്ടത്തിൽ നനപ്പാൻ ഒരു നദി ഉണ്ടായിരുന്നു. ആ തോട്ടം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന തോട്ടമല്ലേ? ആ തോട്ടം ജീവവൃക്ഷമുള്ള തോട്ടമല്ലേ? ആ തോട്ടത്തിൽ മഹത്വഭാരിയായി ആദാമിനെ വെച്ച തോട്ടമല്ലേ? ആ തോട്ടത്തിൽ ഒരു നദിയുണ്ട്, അതിന് 4 ശാഖകൾ. ഇതുപോലെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിലാക്കിയ അവന്റെ ജീവൻ നദികളായിട്ട് ഒഴുകുന്നു. എവിടേക്കാ നദിയായിട്ട് ഒഴുകുന്നത്? 1 നിന്റെ അവബോധത്തെ ഇത് മാറ്റാൻ തുടങ്ങും. നിനക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഡിസൈർ നിന്റെ അകത്ത് വരാൻ തുടങ്ങും. ഭയങ്കര ആത്മഭാരം നിന്റെ അകത്ത് വരാൻ തുടങ്ങും. നിനക്ക് ആത്മാക്കളെ കുറിച്ചുള്ള ഭയങ്കര കരച്ചിൽ വരാൻ തുടങ്ങും. അതുവരെ നീ കരഞ്ഞുകൊണ്ടിരുന്ന നിന്റെ വിഷയത്തിനാണെങ്കിൽ ഇപ്പോൾ നീ ദൈവഹൃദയത്തിലെ ഭാവങ്ങൾ നിന്റെ വിഷയമായി മാറാൻ തുടങ്ങും. നിന്റെ ചിന്തകൾ മുഴുവൻ യേശുവിനെ പോലെയാകാൻ തുടങ്ങും. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊന്തി വരുന്ന സകല ഉയർച്ചകളെയും നീ അവനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കാൻ തുടങ്ങും. നിന്റെ മനോഭാവം മുഴുവൻ മാറും. അഹങ്കാരം മാറി നിന്റെ അകത്ത് താഴ്മ വെളിപ്പെടും. സംശയം മാറി നിന്റെ അകത്ത് വിശ്വാസം വെളിപ്പെടും. ഓ റബനഘടകപന, ഹൃദയത്തിനകത്ത് അനാവശ്യമായത് സംഗ്രഹിക്കുന്നത് മാറ്റി ഹൃദയത്തിനകത്ത് നീ ദൈവത്തിന്റെ വചനം സംഗ്രഹിക്കാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ പറയും, ഒരു പുതിയ ഹൃദയം ദൈവം നിനക്ക് തരും. പുതിയ ഉടമ്പടി നിന്റെ ഹൃദയം മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ന്യൂ കവനന്റ് നിന്റെ ഹൃദയം മാറ്റും. ന്യൂ കവനന്റ് നിന്റെ വ്യക്തിത്വത്തെ
ദുഃഖത്തെ മാറ്റും. ഓ റബന ഘടകബന. ഒന്ന് നന്ദി പറയാമെങ്കിൽ പറ, ഒന്ന് നന്ദി പറയാമെങ്കിൽ പറ. പുതിയ ഉടമ്പടിമിന്റെ ഹൃദയം മാറ്റോ, പുതിയ ഉടമ്പടിമിന്റെ ഹൃദയം മാറ്റോ, പുതിയ ഉടമ്പടിമിന്റെ സ്വഭാവം മാറ്റോ, പുതിയ ഉടമ്പടിമിന്റെ വികാരം മാറ്റും. റാബ റഗേഷസ് കലാതിരാധന. നിന്റെ ഇമോഷനുകൾ, നിന്റെ ജഡ സ്വഭാവങ്ങൾ, നിന്റെ കോപം, നിന്റെ ദാർഷ്യം, നിന്റെ ഈർഷ്യ. ഹേ ലബൽ ഘടകന. എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയില്ല. ചിലർക്ക് ഇത് മനസ്സിലാകാൻ സാധ്യത കുറവാണ്. നിന്റെ സ്വഭാവത്തെ അങ്ങനെ തന്നെ പൊളിച്ചു മാറ്റുന്നതാണ് അവന്റെ ഹൃദയം എന്ന് പറയുന്നത്. അവൻ നിനക്ക് അവന്റെ ഹൃദയം വരാൻ പോവുകയാ. ഞാൻ എന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ നിങ്ങളുടെ ധർമ്മബോധം മാറ്റും. ഞാൻ നിങ്ങളുടെ വിചാരങ്ങൾ മാറ്റും. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം വരും. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇത് ഉടമ്പടിയുടെ അവകാശമാണ്. ഇത് നിങ്ങളിൽ ആക്റ്റീവ് ആകുന്നതോടുകൂടെ ജീവൻ തുറക്കും. ഇത് ആക്റ്റീവായാൽ ജീവൻ തുറക്കും. ഇത് ആക്റ്റീവായാൽ മഹത്വം തുറക്കും. ഇത് ആക്റ്റീവായാൽ ശബനഘടകമന വചനം, ജീവൻ, മഹത്വം നിങ്ങൾ ഇന്ന് തുറന്നു വരും. നിങ്ങൾ ഇന്ന് തുറന്നു വരും. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചോ, ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചോ. എങ്ങനെ അറിയാം ഇത് തുറക്കുന്നുണ്ടോ എന്ന്? നോക്കിയേ, നിങ്ങൾ ഇന്ന് ഈ ജീവൻ തുറക്കാറായോ? നിങ്ങളിൽ നിന്ന് ഈ ജീവൻ തുറക്കാൻ സാധ്യതയുണ്ടോ? അപ്പൊ എങ്ങനെ അറിയാം ഈ ജീവൻ നിങ്ങളിൽ തുറക്കാൻ സാധ്യതയുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ ആത്മാവിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ഒരു ശക്തി വ്യാപരിക്കും. ആ ശക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു ദാനം വെളിപ്പെട്ടു വരും. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വേർഡ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്കിലും ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരാൻ, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടവന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ അകത്ത് ജീവൻ എത്രത്തോളം തുറന്നിട്ടുണ്ട്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ വാക്യം? ഈ വാക്യം കേൾക്ക്. അടുത്ത വാക്യം ഞാൻ പറഞ്ഞു വരാം. ഈ വാക്യത്തിലൂടെ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, നോക്കിയേ, ഞങ്ങൾ സകല വിധത്തിലും, ഒന്ന് വായിച്ചു, ഒരാൾ ഒരൊറ്റ ആളൊന്ന് വായിച്ച്, നീനൊന്ന് വായിച്ച്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. നോക്കിയേ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. ഒന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞ ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? നിരാശപ്പെടുന്നില്ല. അവ ബുദ്ധിമുട്ടുന്നവർ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തില്ല? അവന്റെ ജീവനോ പുതിയ ഹൃദയമോ ആക്റ്റീവ് ആയിട്ടില്ല. നിങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിങ്ങൾ നിരാശപ്പെടില്ല. കർത്താവിന് നന്ദി പറ, കർത്താവിന് നന്ദി പറ. സകല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ കഷ്ടതയെ പെരുപ്പപ്പെടുത്തി കാണിക്കില്ല. നമ്മൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശ നിങ്ങൾക്ക് ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, പല കാര്യങ്ങൾക്ക് പക്ഷെ നിന്നെ നിരാശ തൊടില്ല. നിന്റെ നിരാശ എവിടെ പോയി? നിന്റെ നിരാശ, നിനക്ക് നിരാശപ്പെടാൻ കഴിയാത്തൊരു ഹൃദയം, നിരാശപ്പെടാൻ കഴിയാത്തൊരു മനസ്സ്. എനിക്കറിയില്ല ഇത് കയറുമെന്ന് എനിക്കറിയില്ല. നിരാശപ്പെടാൻ കഴിയാത്തൊരു ഹൃദയം, നിരാശപ്പെടാൻ കഴിയാത്തൊരു മനസ്സ്, നിരാശപ്പെടാൻ കഴിയാത്ത ഒരു ഇമോഷണൽ മേഖല. എനിക്ക് ആരുമില്ലെങ്കിൽ എന്റെ ദൈവം അറിയുന്നതെല്ലാം എന്റെ കൂടെ ഉണ്ട്. ഒന്ന് നന്ദി പറ, ഒന്ന് നന്ദി പറ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഉണ്ടോ? ആമ്യം പറയാനുണ്ടോ? നീ എന്ന വ്യക്തിത്വം ആഴമായി പൊളിച്ചു പണിയപ്പെടുകയാണ്. ഇതാണ് പുതിയ ഉടമ്പടി, ഇതാണ് പുതിയ ഉടമ്പടി. നിന്റെ വ്യക്തിത്വം മാറും, നിന്റെ വ്യക്തിത്വം മാറും. 1-2 മിനിറ്റുകൾ സമയം പോകുന്നു. 1-2 മിനിറ്റുകൾ ആ മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. 1-2 മിനിറ്റുകൾ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നിന്നെ മാറ്റുന്നതാണ് പുതിയ ഉടമ്പടി, ഇങ്ങനെ നിന്നെ രൂപപ്പെടുത്തുന്നതാണ് പുതിയ ഉടമ്പടി. നീ എന്ന വ്യക്തിത്വത്തെ മാറ്റും. നിന്റെ കഷ്ടത മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ കഷ്ടതയിൽ നീ ഇടുങ്ങിയിരിക്കില്ല. നിന്റെ ബുദ്ധിമുട്ട് മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ നിരാശപ്പെടില്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിന്റെ ബുദ്ധിമുട്ട് മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ നിരാശ മാറുമെന്നല്ല, നിന്റെ കഷ്ടത മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഉപദ്രവം മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ വീണ് കിടക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ എല്ലാം നടുവിൽ ഇതൊന്നും ഏൽക്കാത്തവനെ പോലെ ഞാൻ ജീവിക്കും. ഇതൊന്നും ഏൽക്കാത്തവനെ പോലെ ഞാൻ ജീവിക്കും. ഞാൻ ഇടുങ്ങിപ്പോ
പോകില്ല, ഞാൻ നിരാശപ്പെടില്ല, ഞാൻ ഉപേക്ഷിക്കപ്പെടില്ല, ഞാൻ നശിച്ചു പോകില്ല, ഞാൻ നശിച്ചു പോകില്ല, ഞാൻ നശിക്കില്ല. ആര് നശിച്ചാലും ഞാൻ നശിക്കുകയില്ല. അൽക്കബന, ഇത് ഉടമ്പടിയുടെ വാക്തത്വമാണ്. ഇത് തുറന്ന ശക്തിയുടെ പ്രൊഡക്ഷനാണ്. പ്രൗഢവനഘടകതനം നോക്കൂ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ 4 കാര്യമുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്താം. ഞങ്ങൾ സകല വിധത്തിലും എന്തനുഭവിക്കുന്നു? പറ, ഓഡിയോ ഓൺ ചെയ്ത് പറ. 1 കഷ്ടം, 2 ബുദ്ധിമുട്ട്, 3 അനുഭവിക്കുന്ന പറ. 1 കഷ്ടം, 2 ബുദ്ധിമുട്ട്, 3 ഉപദ്രവം, 4 വീണ് കിടക്കുന്നു. ഇത് 4ഉം നമ്മൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു. പക്ഷേ ആത്മാവിൽ തുറന്ന ശക്തിയാൽ ഞാൻ ഇടുങ്ങിപ്പോകില്ല. ഇടുങ്ങിപ്പോകാത്തൊരു ഹൃദയം, നിരാശപ്പെടാത്തൊരു വ്യക്തിത്വം, ഉപേക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിത്വം, നശിച്ചു പോകാത്തൊരു വ്യക്തിത്വം. ഹല്ലേലൂയ. ഇനി അത് 4ഉം കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ഇടുങ്ങിപ്പോകില്ല, ഞാൻ നിരാശപ്പെടില്ല, ഞാൻ ഉപേക്ഷിക്കപ്പെടില്ല, ഞാൻ നശിച്ചു പോകില്ല. ഇത് 4ഉം സംഭവിക്കുമ്പോൾ, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ഉപദ്രവം അനുഭവിക്കപ്പെടുമ്പോൾ, വീണ് കിടക്കുമ്പോൾ, ഞാൻ ഇതിന്റെ മടുവിലും 4നോടും ഞാൻ ആത്മാവിൽ പ്രതികരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യേശുവിന്റെ ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ വെളിപ്പെടും. ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടാൽ നിന്റെ കഷ്ടത മാറുമോ? മാറും. യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടാൽ നിന്റെ ബുദ്ധിമുട്ട് മാറുമോ? യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടാൽ നിന്റെ ഉപദ്രവം മാറുമോ? യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടാൽ പിന്നെ നീ നശിച്ചു പോകുമോ? ആഹാ, അപ്പൊ ഈ ജീവൻ തുറന്നാൽ നിന്റെ ജീവിതം മാറില്ലേ? ഈ ജീവൻ തുറന്നാൽ നിന്റെ ജീവിതം മാറില്ലേ? ജീവിതം മാറ്റുന്ന ജീവൻ ഇന്ന് രാത്രി അവൻ തുറക്കാമെന്ന് പറഞ്ഞാൽ എത്ര പേർ അത് വിശ്വസിക്കും? ഓ, നിന്റെ കുടുംബത്തെ മാറ്റുന്ന ജീവൻ തുറക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കും? 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചോ, ഒറ്റ മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ചോ. ഇത് പരിശുദ്ധാത്മാവ് തുറക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഉടമ്പടിയുടെ വാക്തത്വമാണ്. അവനിൽ നിന്ന് മാറാൻ പറ്റില്ല. ഇത് നിന്റെ വിൽപത്രമാണ് കേട്ടോ. ഇത് നിന്റെ വിൽപത്രമാണ്. 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച്, 1 മിനിറ്റ് കൂടെ മൈ കൺമുട്ടി പ്രാർത്ഥിച്ചു. ഇത് നിന്റെ വിൽപത്രമാണ്. യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വെളിപ്പെടും. അത് ഇന്ത്യ കാണാൻ പോകുന്നു. ഞാൻ അവനിങ്ങനെ പറയും, അത് കല്ലറകൾ കാണാൻ പോകുന്നു, അത് പൈശാചിക സാമ്രാജ്യം കാണാൻ പോകുന്നു, അത് ഇവിടുത്തെ ഓഫീസേഴ്സ് കാണാൻ പോകുന്നു, അത് ഇവിടുത്തെ നിന്റെ ഭവനത്തിനകത്തുള്ള ഘടകങ്ങൾ കാണാൻ പോകുന്നു. നിന്നിലൂടെ ജീവൻ തുറക്കും. അതിന് തടസ്സമായ നിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി അവനൊരു പുതിയ ഹൃദയമാക്കി മാറ്റുകയാണ്. ഈ 4 തലത്തിലേക്കും അവനവന്റെ ജീവൻ പകരുകയാണ്. നിന്റെ അവബോധത്തെ ഇത് മാറ്റാൻ പോകുന്നു. നിന്റെ ധർമ്മബോധത്തെ ഇത് മാറ്റാൻ പോകുന്നു. നിന്റെ മനസ്സിനെ ഇത് മാറ്റാൻ പോകുന്നു. നിന്റെ വില്ലിനെ ഇത് മാറ്റാൻ പോകുന്നു. നിന്റെ ഇമോഷനുകളെ ഇത് മാറ്റാൻ പോകുന്നു. ഇത് നിന്നെ ആഴമായി മാറ്റുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തെ അങ്ങനെ തന്നെ മാറ്റുന്നതാണ് പുതിയ ഉടമ്പടി. റുഫോസ്, ഇത് ക്ലിയറായോ? ക്ലിയറായി മനസ്സിലായെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് രാമ്യം പറഞ്ഞ കർത്താവിന്. ആ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് രാമ്യം പറഞ്ഞ കർത്താവിന്. ധൈര്യത്തോടെ ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്ന ന്യായപ്രമാണം പ്രമാണങ്ങളായി നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ തീരുമാനങ്ങളിലേക്ക്, നിങ്ങളുടെ അവബോധങ്ങളിലേക്ക്, നിങ്ങളുടെ ഇമോഷനുകളിലേക്ക് ഒഴുകാൻ തുടങ്ങും. നിങ്ങൾ ഫുള്ളി ഒരു പുതിയ വ്യക്തിയായി മാറും. നിങ്ങൾ ക്രിസ്തുവിനെ പോലെയായി മാറും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് തുറക്കുമ്പോഴാണ്, ഇതിൽ ഇങ്ങനെ പണിയപ്പെടുമ്പോഴാണ് ആദ്യം കേട്ട ആ സ്വപ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടുത്തെ സമുദായങ്ങളെ നമ്മൾ നേടും. ഇവിടുത്തെ സിഖ് സമുദായങ്ങളെ, ഇവിടുത്തെ സകല ജാതീയ വിഭാഗങ്ങളെയും പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിക്കും. എത്രയോ അനാചാരങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു.
ഇതിനെ തിരിക്കുവാൻ നമ്മുടെ ക്ലാസ്സുകൾക്കല്ല കരുത്തുള്ളത്, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രയാകുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കേട്ട വചനപ്രകാരം ആ വചനം തളിക്കപ്പെട്ടവരുടെ മേൽ അങ്ങ് പുതിയൊരു ആത്മാവിനെ പകരണമേ. അങ്ങ് അവരുടെ ഹൃദയത്തെ മാറ്റണമേ. ഒരു പുതിയ റിലം അങ്ങ് അവർക്ക് വേണ്ടി തുറക്കണമേ. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവനകത്ത് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പല വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്, വീണ് കിടക്കുന്നവരുണ്ട്, നശിക്കുമെന്ന് പറയുന്നവരുണ്ട്. കർത്താവേ, പല വിധത്തിൽ ഞങ്ങളുടെ മക്കൾ തകർച്ചകളും വേദന അനുഭവിക്കുമ്പോൾ അകത്തു വന്നിരിക്കുന്ന പുതിയ ആത്മാവിനാൽ, പുതിയ ജീവനാൽ, അങ്ങ് നൽകുന്ന പുതിയ ഹൃദയത്താൽ ഒരു പുതിയ വ്യക്തിത്വങ്ങളായി ജീവിപ്പാൻ അങ്ങ് ഇവരുടെ മേൽ കൃപ പകരണമേ. ഇത് ഉടമ്പടിയിലെ വാഗ്ദത്തമാണല്ലോ, ഇത് ഞങ്ങളുടെ വിൽപത്രമാണല്ലോ. അത് ഇവരിൽ വെളിപ്പെട്ടു വരട്ടെ. ഇവർ അനുഭവിക്കുന്നതിനെ ജയിപ്പാൻ പ്രകൃത്യാതീതമായ ദൈവകൃപ ശക്തിയോടെ അങ്ങ് ഇവരുടെ മേൽ തുറക്കണവന് ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ മുഴുവൻ ബ്ലസ്സഡായി മാറട്ടെ. ഇവരുടെ തലമുറകൾ മുഴുവൻ ബ്ലസ്സഡായി മാറട്ടെ. ഇവരുടെ ജീവിത പങ്കാളികൾ മുഴുവൻ ബ്ലസ്സഡായി മാറട്ടെ. ഇവരുടെ ജോലി സ്ഥാപനങ്ങൾ മുഴുവൻ ബ്ലസ്സഡായി മാറട്ടെ. ഇവരുടെ ബിസിനസ്സുകൾ മുഴുവൻ ബ്ലസ്സഡായി മാറട്ടെ. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറവുകൾ തുറക്കണമേ, വാതിലുകൾ തുറക്കണമേ, വഴികൾ തുറക്കണമേ. ജീവൻ മഹത്വമായി മാറട്ടെ. ആ മഹത്വം തുറക്കുന്നിടത്ത് അങ്ങ് കൊണ്ടുവരുന്ന സകല നന്മകളെ തുറക്കണമേ. ഞാനവരവനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. God bless you all. Shalom.